സിപിഐഎമ്മിന്റെ 24ാം ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് വയനാട് ജില്ലയിലെ 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ ജില്ലാ സമ്മേളനത്തെ അധ്യക്ഷത വഹിക്കുന്ന പ്രസിഡന്റ് സഖാക്കള്, ഇവിടെ സന്നിധരായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ വളരെ ബഹുമാനിയായ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി അംഗങ്ങൾ, മറ്റ് വേദിയിൽ സന്നിധരായ നേതാക്കൾ, അതിഥികൾ, ഇവിടെ ഉയർന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, പ്രതിനിധി സഖാക്കൾ, സഹോദരി സഹോദരൻ, സിപിഐഎമ്മിന്റെ ഈ ദേശീയ സമ്മേളനം നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടിയുടെ രാഷ്ട്രീയ നയങ്ങളെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ രൂപരേഖ തയ്യാറാക്കുന്ന സമ്മേളനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യാസമുള്ള ഒരു പാർട്ടി. അതിന്റെ അടിസ്ഥാന വ്യത്യാസം അത് തൊഴിലാളികളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത്. തൊഴിലാളികളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള സാമൂഹ്യ ഘടനയുടെ പൊതു ഒഴുക്കിന്റെ കൂടെയല്ല ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുക. സാമൂഹ്യ ഘടനയിൽ സാധാരണക്കാരും ഇടത്തരക്കാരും ദരിദ്രരുമായ മനുഷ്യന്റെ ജീവിതത്തിന് അതിന്റെ നേരുഗതിക്ക് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളോട് നിരന്തരമായി പ്രതിപ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ തൊഴിലാളികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരിടാൻ. മറ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഘടനയുടെ ഗുണഫലം അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാനങ്ങളും മറ്റ് പദവികളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭരണ നിയന്ത്രണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടക്കുക. സ്വാഭാവികമായിട്ടും അടിസ്ഥാനപരമായി പ്രവർത്തന ശൈലിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തികഞ്ഞ വ്യത്യസ്തത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആ വ്യത്യസ്തത തന്നെയാണ് നമ്മുടെ ഈ പാർട്ടി സമ്മേളനങ്ങളെയും വ്യത്യസ്തമാക്കുന്നത്. നിയതമായ ഇടവേളകളിൽ കൃത്യമായ സമ്മേളനങ്ങളാണ്. പാർട്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെ? പാർട്ടി സമൂഹത്തിലെ വിവിധ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അതിനായി പാർട്ടി രൂപം നൽകിയിട്ടുള്ള വർഗ ബഹുജന സംഘടനകളെ അണിനിരുന്ന മികച്ച പ്രവർത്തകരെയാണ് പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി അംഗങ്ങൾ എന്നത് സമൂഹത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ നിയുക്തമായ കമ്മ്യൂണിസ്റ്റുകാരാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ അടിത്തറയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ. ആ പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്നത് ഘടകങ്ങളിലാണ്. വളരെ കൃത്യതയുള്ള പാർട്ടി ഘടകങ്ങളിൽ അവർ പ്രവർത്തിക്കുക. അതിന്റെ ബാക്കി സംഘടനാ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ എല്ലാ പാർട്ടി അംഗങ്ങളും ഒരു ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്. ബ്രാഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള വ്യത്യസ്ത ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ പാർട്ടിയുടെ ശരിയായ രാഷ്ട്രീയ നിലപാട് പ്രാവർത്തികമാക്കാൻ, ജനങ്ങൾക്കിടയിൽ അതിനെ പിന്തുണ സമാഹരിക്കാൻ പ്രവർത്തിക്കും. സ്വാഭാവികമായിട്ടും ആ പ്രവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തന മുന്നേറ്റത്തിന്റെ സൂക്ഷ്മ പരിശോധനകൾ ആവശ്യപ്പെടുന്നു. ആ നിലയിൽ നമ്മുടെ സമ്മേളനങ്ങൾ കൃത്യമായ ഇടവേളയിൽ വിളിച്ചു ചേർത്ത് എത്രത്തോളം നമുക്ക് പാർട്ടി അതാത് ഘട്ടത്തിൽ രൂപീകരിച്ച് നയങ്ങൾ നടപ്പിലാക്കാനായി എന്നതിന്റെ പരിശോധന ഈ പാർട്ടി സമ്മേളനങ്ങളാണ് നടത്തുന്നത്. കേവലമായി നയങ്ങൾ നടപ്പിലാക്കിയതിന്റെ പരിശോധന മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് കൃത്യമായ ലോകവീക്ഷണമാണ്. ലോകവീക്ഷണം എന്നത്
സമകാല ലോക സവിശേഷതകളുടെ ഓരോ സൂക്ഷ്മാംശങ്ങളുടെയും പരിശോധന ഇന്ത്യയുടെ സാമൂഹ്യ വികാസത്തിൽ സഹായകരമായി വരും. ലോകത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളുടെയും പ്രതിഫലനങ്ങൾ നമ്മുടെ സാമൂഹ്യ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മ പരിശോധന നടത്തുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതിയാണ്. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം ഇടകലർന്നാണ് ഒരു സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിലെ ഗതിവിഗതികൾ നിർണയിക്കപ്പെടുന്നത്. അപ്പൊ പാർട്ടി ആ നിലയിൽ തന്നെയാണ്. ഇന്നത്തെ ലോക ചുറ്റുപാടിൽ, ഇന്ത്യൻ ചുറ്റുപാടിൽ, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സൂക്ഷ്മതലത്തിന് മനസ്സിലാക്കി അതിൽ തൊഴിലാളികളുടെ താല്പര്യത്തിന് എതിരായിട്ട് വരുന്ന ഘടകങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കാൻ, ജനങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നയരൂപീകരണം നടത്തണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ നയരൂപീകരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത് അതിന്റെ സമ്മേളനങ്ങളിൽ വെച്ചാണ്. സ്വാഭാവികമായിട്ടും ഈ സമ്മേളനം നമ്മുടെ പാർട്ടിയുടെ ഭാവി പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള മാർഗരേഖ തയ്യാറാക്കും. ഇത്തവണ നമ്മുടെ പാർട്ടി സമ്മേളനങ്ങൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച നയസമീപനങ്ങൾ നടപ്പിലാക്കിയത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന മുഴുവൻ പാർട്ടി ഘടകങ്ങളിലും നടത്തിയതിനു ശേഷമാണ് ഭാവി പരിപാടികളെ കുറിച്ചുള്ള രേഖ ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ അത്തരമൊരു പരിശോധന പാർട്ടി കോൺഗ്രസിലാണ് നടത്തിയിരുന്നെങ്കിൽ ഇത്തവണ പാർട്ടി കോൺഗ്രസിന് മുമ്പ് തന്നെ മുഴുവൻ പാർട്ടിക്കകത്തും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിന്റെ അനുഭവങ്ങളെ സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ടാണ് പുതിയ മാർഗരേഖ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളും തൊട്ടുമുമ്പുള്ള പാർട്ടി ഘടകങ്ങളുടെ ചർച്ചയും അതിപ്രധാനമാണ്. കാരണം നൈരൂപീകരണ രേഖ, രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസിന് മുമ്പായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടി ഘടകങ്ങളിലും ചർച്ച ചെയ്യും. കഴിഞ്ഞ കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം നടപ്പിലാക്കിയതിന്റെ അനുഭവം കൂടി ചർച്ച ചെയ്യും. അതിന്റെ കൂടെ സംഘടനാപരമായിട്ടുള്ള പാർട്ടി തീരുമാനങ്ങളുടെ നടത്തിപ്പിന്റെ അനുഭവങ്ങളും കൂടി ചർച്ച ചെയ്തുകൊണ്ട് പൂർണ്ണ ജനാധിപത്യ ഉള്ളടക്കത്തോടു കൂടിയാണ് CPIM അതിന്റെ ഈ പാർട്ടി സമ്മേളനത്തെ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ മറ്റു പാർട്ടികളെ പോലെയല്ല, എല്ലാ ഘടകങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചിന്റെ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയാണ്. പിന്നീട് അവിടുന്ന് മേലോട്ടുള്ള എല്ലാ ഘടകങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികളും അതിന്റെ എക്സിക്യൂട്ടീവും അതിന്റെ സെക്രട്ടറിയും എന്നുള്ള നിലയ്ക്ക് ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെ കേന്ദ്ര കമ്മിറ്റി വരെ കൃത്യമായ തിരഞ്ഞെടുപ്പിലൂടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ ഉള്ളടക്കമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ സജീവമായ ജനാധിപത്യ പ്രക്രിയ, എല്ലാ തലത്തിലുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി, എല്ലാ തരത്തിലുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സൂക്ഷ്മ പരിശോധനയിലൂടെ രൂപീകരിക്കപ്പെടുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട്, ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കി ഇന്ത്യയിലെ അതിദരിദ്ര ജനവിഭാഗത്തിന്റെ ആത്മവിശ്വാസത്തെ വളർത്തി സാമൂഹ്യ തിന്മകളുടെ നിരാകരിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ട പോർമുഖങ്ങൾക്ക് നല്ല ജീവസ്വത നൽകുന്ന തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടപെടലാണ് പാർട്ടി സമ്മേളനം. ആ നിലയിൽ ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെയുള്ള ഓരോ സമ്മേളനങ്ങളിലും അതീവ ഗൗരവമുള്ള തൊഴിലാളികളുടെ മുന്നേറ്റത്തിന്റെ ചുവടുവെക്കുക വലിയ പ്രാധാന്യത്തോടുകൂടി വളരെ ഗൗരവപൂർവ്വം നമ്മുടെ പാർട്ടി ഈ സമ്മേളനങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നു. 10,000 പാർട്ടി ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. മറ്റു ചില സംസ്ഥാനങ്ങളിൽ നമ്മുടെ സംസ്ഥാന സമ്മേളനം വരെ എത്തിയിരുന്നു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സമ്മേളനം നടത്തുന്ന സാമൂഹ്യ സാഹചര്യത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളെ നമ്മൾ അതിന്റെ പുറത്തും അതിന്റെ ചർച്ചകളും കൊണ്ടുപോകുന്നത്. ഇപ്പൊ നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര കാലത്തെ ആദ്യകാലത്തെ നെഹ്റൂവിയൻ കാലത്തിന്റെ ഇന്ത്യയായിരുന്നു. നേരത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹാപരിണവും അനുഭവമുള്ള ഒരു നേതൃത്വ നിരയാണ് ഇന്ത്യയിൽ കഴിഞ്ഞത്.
അവരെക്കുറിച്ച് നമുക്ക് പ്രശ്നമുണ്ടോ? പക്ഷേ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അവരുടെ അനുഭവ സൗകര്യം, അവരുടെ സാമ്രാജ്യത്തിലുള്ള പോരാട്ടത്തിന്, അവരുടെ മഹാത്യാഗങ്ങളെ. ആ നിലയിലുള്ള വലിയ അനുഭവ സമ്പത്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ കാലത്ത് ദേശീയ നേതൃത്വമായിട്ട്. അതുകൊണ്ട് തന്നെ ആ ഭരണം ഒരു പരിധിവരെ ഇന്ത്യ അംഗീകരിച്ച ബൂർഷ്വ ജനാധിപത്യ മൂല്യങ്ങൾ എന്ന് നാം വിമർശനപരമായി തന്നെ പരിശോധിക്കുന്ന സംവിധാനം ഒരു പരിധിവരെ നല്ല നിലയിൽ നടന്ന ഒന്നാണ്. കുറെ അടിസ്ഥാന വളർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. കാർഷിക രംഗത്ത് വലിയ വിലകളുണ്ട്. ഭക്ഷ്യ സ്വയം പര്യാപ്തത 1.5 ദശാബ്ദം കൊണ്ട് സ്വാതന്ത്ര്യാഗ്രഹിലേക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഒരുപാട് സാങ്കേതിക വിദഗ്ധന്മാരെ വിശേഷിച്ച് കാർഷിക ശാസ്ത്രജ്ഞരെ നമുക്ക് പരിശീലിച്ചെടുക്കാൻ കഴിഞ്ഞു. ഒരു മുന്നേറ്റ സാധ്യതകളുടെ വാതിലുകൾ തുറന്നു വെച്ച ഒരു തുടക്കം ഇന്ത്യക്കില്ല. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ ഒരു ഭാഗത്തെയാണ് വിമർശിച്ചത്. അത് ഈ മുന്നേറ്റത്തിന്റെ നേട്ടങ്ങൾ സാധാരണക്കാരൻ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രമാണവർഗത്തിന് ലഭിക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മൾ വിമർശനങ്ങൾ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പൊ നമ്മുടെ നാട് ആ ദേശീയ സ്വാതന്ത്ര്യ സമര മൂല്യങ്ങളുടെ അടിത്തറയിലുള്ള ഭരണ നേതൃത്വമുള്ളതാണ്. ഇത് BJP മൂന്നാമതും അധികാരത്തിൽ വന്നിട്ടില്ല. ചില പരിക്കുകളോടുകൂടിയാണെങ്കിൽ മൂന്നാമതും അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു രാജ്യം BJP എന്ന് പറഞ്ഞാലോ RSS പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു പാർട്ടി. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുടനെ RSSന്റെ കേന്ദ്ര നേതൃത്വം ഒരു യോഗം വിളിച്ചു. ആ യോഗം വിളിച്ചു ചേർത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവരുടെ അന്നത്തെ യോഗം അവർ വിളിച്ചു ചേർത്തത് കേരളത്തിലെ പാലക്കാട്. ആ യോഗത്തിലേക്ക് 34 RSS സംഘടനകളെയാണ് അവർ വിളിച്ചത്. ആ 34 RSS സംഘടനകളിലെ ഒരു സംഘടന മാത്രമാണ് BJP. അതാണ് മനസ്സിലാക്കുന്നത്. 34 സംഘടനയെ RSS വിളിച്ചിട്ടുണ്ട്. അവിടെ സർസംഘചാലകന്റെ മുന്നിൽ ഈ 34 ഒന്ന് മാത്രമാണ് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. ബാക്കി ഈ RSS എന്ന് പറയുന്ന നിഗൂഢ സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പലതരം മുഖങ്ങളുടെ പ്രതിനിധികളാണ്. അവരൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നത്? ഒരാവശ്യത്തിന് ഒരു സംഘടന ഉണ്ടാക്കിയില്ല. ഇപ്പൊ ബാബരി മസ്ജിദ് ഒന്ന് പിടിക്കണം വെച്ചാൽ അതിനൊരു സംഘടന ഉണ്ടാവും. ഹനുമാൻ സേനാണോ മറ്റെന്തെങ്കിലും സേനാണോ അതിനൊരു പേര്. അങ്ങനെ ഓരോ ആവശ്യത്തിനും ഓരോ സംഘടന ഉണ്ടാവും. എല്ലാ സംഘടനകളും നിൽക്കും. അങ്ങനെ പല പല സംഘടന ഉണ്ടാകും. അതിൽപ്പെട്ട ഒന്നാണ് അവരുടെ രാഷ്ട്രീയ അംഗമാണ് BJP. ഇപ്പൊ RSS പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് RSS ഒരു ജനാധിപത്യം നടക്കുന്നില്ല. എങ്ങനെ അത്യന്തം നിഗൂഢമായി പ്രവർത്തിക്കുന്ന വളരെ സങ്കീർണത നിറഞ്ഞ വിദ്വേഷ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ട ഒരു പ്രസ്ഥാനമാണ്. അവര് നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയെ അധികാരത്തിൽ ഇരിക്കുന്നത്. ജനാധിപത്യം ഇല്ലാത്ത ആൾക്കാരുടെ കൈകളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിയന്ത്രണത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന വൈരുദ്ധ്യം നമ്മൾ നാടിക്കൊണ്ടിരിക്കും. ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതിന്റെ ഉത്പതിഷ്ഠിത്വമാണ് മഹനീയമായ ലോകവീക്ഷണമാണ്, ഉന്നതമായ ഉത്പതിഷ്ഠിത്വമുള്ള മനുഷ്യ സ്നേഹത്തിന്റെ മഹാ ഔന്നത്യത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട നല്ല മഹാത്യാഗികളാണ് നമ്മുടെ ഒന്നാമത്തെ ഇന്ത്യൻ ക്യാബിനറ്റ്, ഇന്ത്യയുടെ നേതൃത്വം. ഇപ്പോഴാണ് നിങ്ങളെ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലേക്ക് നോക്കിയിട്ട് അതിനകത്ത് ഭീഷണാശാലിയെ കണ്ടത് ആരാ? നമ്മുടെ രാജ്യത്തിന്റെ തകർച്ചയിലേക്ക് നോക്കും. ഏറ്റവും തിരിച്ചറിയുന്ന അത് മതി. വല്ലഭായ് പട്ടേലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കും. പക്ഷെ വല്ലഭായ് പട്ടേൽ ഇരിക്കുന്ന കസേരയിൽ അമിത്ഷാ ഇല്ല. പട്ടേൽ അവിടെ അമിത്ഷാ ഇവിടെ എന്നുള്ള അകലം
എല്ലാ വിശ്വാസവും ഞാനെന്റെ എല്ലാ വിശ്വാസത്തിനും പോകില്ല. ആ മന്ത്രിമാർക്ക് ഇരിക്കുന്നത് അല്ലെങ്കിൽ താഴെ ഗവൺമെന്റുകളിൽ ഇരിക്കുന്നത് മുഖ്യമന്ത്രിമാരായിട്ട് മാറുന്നത് അവരുടെ പ്രത്യേകത എന്താണ്? ഭീകരമായ വംശീയ വിദ്വേഷത്തിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയുടെ പ്രാകൃതമായ മനോഭാവങ്ങളുടെ ഒരു കൂട്ടായ സങ്കലനം എന്നുള്ള നിലയ്ക്കുള്ള രാഷ്ട്രീയ നേതൃത്വം നാം കാണുന്നു. ഒരു രാജ്യത്തിന്റെ സാമൂഹ്യ മൂല്യങ്ങളുടെ തകർച്ചയുടെ അടയാളങ്ങളെയാണ് നമ്മൾ അതിൽ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നയങ്ങളിൽ അതിന് പ്രതിഫലനം. ആ നയങ്ങൾ പൂർണ്ണമായി എങ്ങനെയാണ് കണ്ണി നിരത്തുന്നത്? ഒരു ഭാഗത്ത് തീവ്ര ഹിന്ദുത്വ വർഗീയ മൂല്യങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും അതും ഹിന്ദുവിന്റെ ആദ്യം വന്നു. ഹിന്ദു എന്നുള്ള വേറെ ഒന്നാണ്. ഹിന്ദുത്വം എന്നത് RSS മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ജീവിത പരികല്പനയാണ്. അതിന്റെ അടിത്തറയാണ് അന്യമതവിദ്വേഷം. അതിന് അതിന്റെ സാമ്പത്തിക സംസ്കരണമുണ്ട്, അതിനതിന്റെ പൊതു വീക്ഷണങ്ങളുണ്ട്. ആ ഒരു വീക്ഷണമാണ് അത് ഹിന്ദുവിന്റെ ബന്ധപ്പെട്ടതല്ല. അത്യന്തം പ്രതിലോമകരമായ ഒരു ജീവിത വീക്ഷണത്തെ RSS കണ്ടെത്തിയതിന്റെ പ്രയോഗവൽക്കരണമാണ് ഹിന്ദുത്വം എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രം. ആ തീവ്ര ഹിന്ദുത്വം ആരോട് പരിഗണിച്ചിരിക്കുന്നു? ആ തീവ്ര ഹിന്ദുത്വത്തിന് സ്വീകരിച്ച കിട്ടിയതും BJPക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിരിക്കുന്നതും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും പൂർണ്ണമായി തീവ്രവർഗ ഹിന്ദുത്വം അല്ല. അതിനിടയിലിരിക്കുന്നത് ഇന്ത്യയിലെ വലിയ മുതലാളിമാർ, കോർപ്പറേറ്റ് മുതലാളിമാർ. ആ കോർപ്പറേറ്റ് മുതലാളിമാർ നൽകിയിട്ടുള്ള വലിയ പിന്തുണയുടെ ഭാഗമാണ്. അപ്പൊ കോർപ്പറേറ്റ് മുതലാളിമാരുടെ വലിയ പിന്തുണ ഇവിടുത്തെ അത്യന്തം ഞാൻ ആദ്യം പറഞ്ഞ ദൈക്ഷണിക മൂല്യച്ചോർച്ച സംഭവിച്ച പ്രതിരോധതയുടെ അധികാരം, അത് തന്നെ അശാസ്ത്രീയതയും യുക്തിരാഹിത്യവും പ്രതിരോധതയും പുനരുദ്ധാരവും എല്ലാം സമന്വയിപ്പിച്ച ഒരു മൂല്യബോധമാണ്. ആ മൂല്യബോധവും മുതലാളിമാരും സംയോജിപ്പിച്ചുണ്ടാക്കിയ അത്യപൂർവമായ ഒരു സംയോജനമാണ് ഇന്ത്യയിലെ ഇന്നത്തെ ഭരണനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലോക സാഹചര്യ സവിശേഷതകളുടെ സൂക്ഷ്മാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലതുപക്ഷ രാഷ്ട്രങ്ങളിലൊന്നാണ് ഇത്. വലതുപക്ഷ രാഷ്ട്രീയമാണ്, വലതുപക്ഷ പൊളിറ്റിക്സാണ്. നമ്മള് ലോക രാഷ്ട്രീയത്തെ കുറിച്ച് ദീർഘദർശികളായ ആളുകൾ പരിശോധന നടത്തുമ്പോൾ ഓരോതരം രാഷ്ട്രീയ രീതികളുണ്ട്. ഇപ്പൊ നമ്മളെ കണ്ടിട്ടുള്ള ക്രിസ്ത്യൻ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി, സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനങ്ങൾ, പലതരത്തിലുള്ള ആശയങ്ങൾ ലോകഭരണങ്ങളുണ്ട്. ഭരണഘടനകളുടെ ഏകാധിപത്യങ്ങളുടെ ഭരണങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് തീവ്ര വലതുപക്ഷമാണ്. അവരുടെ പട്ടികയിൽ ഹംഗറിയിലെ ഭരണാധികാരി, ഫിലിപ്പൈൻസിലെ ഭരണാധികാരി, ചിലിയിലെ ഭരണാധികാരി, നേരത്തെ ബ്രസീലിലുണ്ടായിരുന്നു ഇപ്പൊ അധികാരം നഷ്ടപ്പെട്ട ഗവൺമെന്റ്, ബോൾസിനാരോ, ട്രംപ്, അങ്ങനെ ഇപ്പോ ഇറ്റലിയിലെ മെലോണി, അങ്ങനെ അവരൊക്കെ ഈ റൈറ്റ് വിങ് തീവ്ര വലതുപക്ഷം. ആ തീവ്ര വലതുപക്ഷക്കാരുടെ പട്ടികയിലാണ് ആരുടെ പേര് വരുന്നത്? നരേന്ദ്രമോദി. ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഒരു ദീക്ഷണാചാര്യനായ ലോക സാമൂഹ്യ പ്രവർത്തകൻ ഓരോ തീവ്ര വലതുപക്ഷത്തെ കുറിച്ച് പറഞ്ഞ പട്ടികയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് കൂടെ പറഞ്ഞു. ലോകത്ത് ഇന്ത്യക്ക് ഇതിരിക്കുന്ന പുതിയ സ്ഥാനമാണ്. എന്തായാലും സ്വാതന്ത്ര്യ സമരകാലത്ത് ഇത്രയും സ്ഥാനം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പോരാട്ടത്തിൽ ലോകത്തിന്റെ നേതൃത്വ സ്ഥാനത്തിന്റെ ഇന്ത്യ, മഹാത്മജിയുടെ ഇന്ത്യക്ക് ദേശീയ പ്രസ്ഥാനത്തിൽ അത് അന്നത്തെ യുവനിരയായ ലോകത്തെ എല്ലാ യുവാക്കളും, നല്ല ഇന്ത്യയിലെ എല്ലാ മികച്ച ത്യാഗജനരായ യുവതി യുവാക്കളും ജനങ്ങളും ഒന്നിച്ചണിഞ്ഞിരുന്ന് രൂപപ്പെടുത്തിയ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിന്റെ ലോകമാതൃകകളിൽ ഒന്ന് ഇന്ത്യയിലായിരുന്നു. അതിന്റെ നേതൃത്വത്തിന് വലിയ ലോക അംഗീകാരമാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ ദക്ഷിണശാലികൾ, പ്രതിഭാശാലികൾ, സാംസ്കാരിക പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും സ്നേഹാദര ബഹുമാനത്തോടുകൂടിയാണ് ഇന്ത്യയെ നോക്കിക്കണ്ടത്. സ്വതന്ത്ര ഇന്ത്യയല്ല, അടിമത്തത്തിൽ കിടന്ന ഇന്ത്യയെ, പോരാടുന്ന ഇന്ത്യയെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ തല ഉയർത്തിപ്പിടിച്ച ഇന്ത്യയെ എത്ര സ്നേഹാദര ബഹുമാനത്തോടുകൂടിയാണ് ഈ ലോകം നോക്കിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് സമകാല ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനെ അഭിമാനിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കും? നടപ്പിലാക്കുന്ന നയങ്ങളുടെ തകരാറുകൾ സംഭവിക്കുന്നു.
ഇന്നത്തെ ലോകഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മളെല്ലാം കരുതുന്നതിനേക്കാൾ എത്രയോ ആപത്തരമായി ആ ലോകം മാറിയിട്ടുണ്ട്. ഇപ്പോ കുറെ ആളെത്തിക്കും 1991 ലോകം സോവിയറ്റ് യൂണിയൻ ഇല്ലാതെ ഡിസ്മന്റേറ്റ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ജീവിതന്മാർ അന്നും ഇന്നുണ്ടല്ലോ, എല്ലാ കാര്യത്തിലും നാട്ടിലുണ്ട്. ഈ കേരളത്തിൽ ഇപ്പൊ ഇല്ല, അവരുടെ ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അവരുടെ പൊതു പ്രത്യേക വിവരത്തിന് കുറവായിരിക്കും, ആൾക്കാരുണ്ടെങ്കിലും വിവരക്കുറവുണ്ട്. അതുകൊണ്ട് ഈ സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നപ്പോൾ വലിയ പ്രചാരങ്ങൾ എന്താണ് മാർക്സിസം ചിന്തയിൽ ഒരു പ്രത്യശാസ്ത്രം എന്ന നിലയിൽ മാർക്സിസം ഇല്ലാതാകുമെന്ന് സംഭവിക്കുന്നതെന്നറിയോ? ലോകത്തിലെ ലക്ഷക്കണക്കിന് മാർക്സിസ്റ്റ് അവർ നയിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്, അവരുടെ ത്യാഗമുണ്ട്. അതൊരു വലിയ തെളിവാണ്. അവരുടെ ഭൂതകാലത്തിലുണ്ടായിരുന്നു, അവരുടെ ജീവിതത്തിന്റെ ഉദാഹരണം എന്തെങ്കിലും അവസ്ഥ അല്ലാത്ത നമ്മളിരിക്കുന്ന നമ്മളെല്ലാവരും കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസം തന്നെ മാർക്സിസം ലെനിനിസം തന്നെ അപ്രസക്തമായ ഒരാശയമാണെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിവരമില്ലാത്തവരായിരുന്നു. നമ്മൾ 10, 30, 40 കൊല്ലം 5 10 ആൾക്കാരുണ്ട്, 10, 5, 15 കൊല്ലക്കാരുണ്ട്. ആ കാലത്ത് വെള്ളത്തിലല്ലേ ഈ പറയുന്നത്. അതിന്റെ പ്രചാരങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി എല്ലാവരും പിന്നെ മാസത്തിന്റെ ശവപ്പെട്ടി കയറ്റിയിട്ട് ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. കേരളത്തോട് ഇന്ത്യയിൽ കേരളത്തിൽ ഇഷ്ടപ്പെടാൻ പട്ടാമ്പിക്ക് ശവപ്പെട്ടി ഇങ്ങനെ കൊണ്ടുപോവാണ് ഈ കാലത്ത്. ചില പൈസ കിട്ടി പട്ടാമ്പി കിട്ടുന്നത് വിജയമാണോ ഇവിടെ പിന്നെ മാർക്സിസം ഇല്ലാതായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വിജയ പറഞ്ഞു ഇവിടെ സുർജിത്തില്ല. ഞാൻ ഓരോ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ടോ ഞാനിവിടെ ഇല്ലേ ഉണ്ട്, എന്നാൽ മാർക്സിസം ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് സഹകരിച്ചോ പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത്. എന്തൊരു ആത്മവിശ്വാസമാണ് അത് തൊഴിലില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോഴത്തെ പൊതുസ്ഥിതി എന്ന് പറയുന്നത് ഞാൻ എല്ലാ ക്ഷമയും പറഞ്ഞു മുതലാളിത്തം അതിന്റെ സമ്പൂർണ്ണതയിൽ തട്ടുകടമില്ലാത്ത ലോകമനുഷ്യാവസ്ഥയുടെ അവസാനത്തെ വളർച്ച മുതലാളിത്തമാണ്. അതങ്ങനെ പോകും, അങ്ങനെ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് മുതലാളിത്തത്തിന്റെ ഇന്നത്തെ രൂപം ആഗോളതലത്തിൽ നിന്നിരിക്കുന്ന സാമൂഹ്യ ശക്തി അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കുത്തക ഭീമന്മാരും അവരുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ കോർപ്പറേറ്റ് ധനമേധാവിത്വം അവരുടെ നീക്കം, അവർക്ക് സൈനിക മേധാവിത്വമുണ്ട്, അവർക്ക് സാമ്പത്തിക മേധാവിത്വമുണ്ട്, അവർക്ക് രാഷ്ട്രീയ മേധാവിത്വമുണ്ട്, അവർക്ക് സാംസ്കാരിക മേധാവിത്വമുണ്ട്. എല്ലാ മേഖലകളിലും അവരുടെ മേധാവിത്വമാണ്. ആശയങ്ങളാണ് രൂപീകരിക്കപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യന്റെ വീക്ഷണങ്ങൾ അടയാളപ്പെടുത്തുന്നു, രൂപപ്പെടുത്തുന്നു ഈ മേധാശക്തിയുടെ പൊതുബോധ നിർമ്മിതിയുടെ അത്യന്തം അപകടകരമാണ്. തൊഴിലാളികളിൽ പാവങ്ങളെ പോലും തോന്നിപ്പോകും ആ മൂല്യങ്ങളിലേക്ക് വഴിമാറാം, അവരെ സ്വാധീനിക്കാം. അങ്ങനെ മേധാവിത്വം പുലർത്തുന്ന ആശയവും രാഷ്ട്രീയവും ഒക്കെ ഇതായി വന്നു. ഇനി ഇടതുപക്ഷം മാർക്സിസം ഒന്നും കണ്ടു. ഇപ്പൊ എന്താ ചെയ്യുന്നത്? അന്നത് പറഞ്ഞ ഏതെങ്കിലും ഒരു ആൾക്കാർ ഇന്ന് അങ്ങനെ പറയാൻ സാധിക്കും ഇല്ല എന്നാണ് അവസ്ഥ. ഞാൻ എല്ലാ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. മാർക്സിസത്തിലേക്ക് മുന്നേ അടുക്കള അതിന് മുതലാളിത്തത്തെ ശരിയായി വിശകലനം ചെയ്യേണ്ടതാണ്. ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ നിലയിൽ മുതലാളിത്തത്തിന്റെ എല്ലാ ദൗർബല്യത്തെയും ഏറ്റവും ശരിയായി വിശകലനം ചെയ്യുന്നത് മാർക്സിസ്റ്റ്. അതിന്റെ കരുത്തിനെയും ഏറ്റവും ശരിയായി വിശകലനം ചെയ്യുന്നത് മാർക്സിസ്റ്റ്. അവിടെ മാർക്സിസ്റ്റിന്റെ ഒരു സംശയമില്ല. മുതലാളിത്തത്തിന്റെ പൊതുകുഴപ്പം എന്നത് അതിന്റെ സഹജ സ്വഭാവമാണ്.
സ്വാഭാവികമായും ആ കുഴപ്പങ്ങൾ ഉണ്ടാവും. അതിന്റെ ഭാഗമായി സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാവും, സാമൂഹിക ദുരിതങ്ങളുണ്ടാവും. അതിനെ മുന്നോട്ട് കുറിച്ചെടുക്കും. പുതിയ ദുരിതങ്ങളുടെ കുഴപ്പങ്ങളുടെ കാലത്ത് സൃഷ്ടിക്കും. വിഭാഗങ്ങളുടെ പ്രത്യേകത എന്താണ്? സോവിയറ്റ് തകർന്ന് ഒരു 1.5 ദശാബ്ദമായപ്പോഴേക്ക് മുതലാളിത്തം അതിരൂക്ഷമായ പ്രതിസന്ധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 1.5 ദശാബ്ദമായി 4 മുതലാളിത്ത കുഴപ്പങ്ങളാണ് ഈ കാലത്ത് രൂപപ്പെട്ടുള്ളത്. ഒരു മുതലാളിത്തം വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിയില്ല. മുതലാളിത്തത്തിന്റെ പൊതുകുഴപ്പത്തിന്റെ പ്രകൃതി രൂപങ്ങൾ എന്താ? വർദ്ധമാനമായ ദാരിദ്ര്യമാണ്, തൊഴിലില്ലായ്മയാണ്, സാമ്പത്തിക തകർച്ചകളാണ്. ഇന്നത്തെ ലോകത്തേക്ക് നോക്കൂ, വലിയ തോതിൽ ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അതിദരിദ്ര ജനവിഭാഗം വലിയ വർദ്ധനവിലാണ്. ലോകത്ത് 700 ദശലക്ഷം പേർ അതിദരിദ്ര ജനവിഭാഗത്തിലുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമുണ്ട്. അങ്ങനെ ലോകത്തുള്ള അതിദരിദ്ര ജനവിഭാഗത്തിന്റെ ഏതാണ്ട് ഒരു 30-35% ഇന്ത്യയിലാണ് എന്നൊരു സ്ഥിതി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഏതാണ്ട് 30 കോടിയോളം പേർ ഇവിടെ 300 ദശലക്ഷം തീവ്രമായ ദരിദ്രത്തിലുണ്ട്. അതിരൂക്ഷമായ തൊഴിലാളികൾ എല്ലാ വികസിത മുതലാളിത്ത രാജ്യങ്ങളും രൂക്ഷമായ തൊഴിലാളിയെ അനുഭവിച്ചു. എല്ലാ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലും വലിയ തോതിലുള്ള വിലക്കയറ്റം ശരാശരി നോക്കിയാൽ ഒരു 20% മുകളിലുള്ള വിലക്കയറ്റമുണ്ട്. എല്ലാ വികസിത മുതലാളിത്ത രാജ്യത്തിനകത്തും പണപ്പെരുപ്പ് നിരക്ക് വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് പണപ്പെരുപ്പ് ഉണ്ടാവുന്നത്? കോർപ്പറേറ്റ് നിയന്ത്രണത്തിലേക്ക് സമ്പദ്ഘടനയെ നിയന്ത്രിച്ചു കൊണ്ടുവരുമ്പോൾ എല്ലാ മേഖലയിലും അവരുടെ ലാഭതാല്പര്യങ്ങൾ മുൻഗണനയുണ്ട്. ഒരു കാർഷിക നയം നടപ്പിലാക്കുമ്പോൾ കോർപ്പറേറ്റ് ഉള്ള ലാഭത്തിന് എണ്ണുണ്ട്. ഒരു ഇൻഷുറൻസ് പോളിസി ചെയ്യാനാക്കുമ്പോൾ കോർപ്പറേറ്റ് ലാഭത്തിലേക്ക് കണ്ണീർ വെക്കുക. ഒരു വ്യവസായ നയം ഉപയോഗിക്കുമ്പോൾ കോർപ്പറേറ്റ് ലാഭത്തിന് അടിസ്ഥാനപരമായിട്ടാണ് ആ നയം രൂപീകരിക്കുന്നത്. അത്തരം നയരൂപീകരണത്തിന്റെ സ്വാഭാവികമായ പരിമിതിയാണ് പണപ്പെരുപ്പം. അതിലുണ്ടാകുന്ന പരിമിതികൾ പണപ്പെരുപ്പമാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് പണപ്പെരുപ്പ്. അപ്പൊ പണപ്പെരുപ്പം ഉണ്ടാവുന്നു. സർക്കാരുകൾ ഇതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള പ്രയാസങ്ങൾ ചെന്നെത്തുന്നു. ഈ പ്രയാസങ്ങൾ ചെന്നെത്തുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഗവൺമെന്റ് പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നു, ഉത്തേജക പാക്കേജുകൾ. ആ ഉത്തേജക പാക്കേജുകളുടെ ഗുണാംശം ഉൾപ്പെടുന്നു പോകുന്നു. പ്രശ്നം കൂടുതൽ അങ്ങനെ വളരെ സങ്കീർണമായ തരത്തിൽ ലോക സമ്പദ്ഘടനയ്ക്ക് വലിയ തോതിൽ പരിക്കേറ്റ ഒരു കാലമാണിത്. എവിടെയെങ്കിലും ഏതെങ്കിലും മുതലാളിത്ത രാജ്യത്തിനകത്ത് ഈ സാധാരണക്കാരുടെ താല്പര്യം പരീക്ഷിക്കുന്ന എന്തെങ്കിലും സമീപനം ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോ മുതലാളിത്തത്തിന്റെ സഹജമായ കുഴപ്പം, അതിലൂടെ രൂപപ്പെട്ട സാമ്പത്തിക പ്രയാസങ്ങൾ, ഇതിനൊക്കെയും മുതലാളിത്തത്തിന്റെ സാധനമാണ് ലാഭം. ലാഭം ലഭിക്കാൻ പറ്റും. ലാഭം എന്ന മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യത്തെ ആ ലാഭം ഉണ്ടാക്കണമെങ്കിൽ ലാഭത്തിന്റെ എളുപ്പമിരിക്കുമ്പോൾ ഇന്നത്തെ സംഭവിക്കുന്നത് അഗാധമായ തരത്തിൽ പലതരം തകർച്ച നേരിട്ട ലോക മുതലാളിത്തം. തൊഴിലില്ലായ്മയ്ക്കോ പണപ്പെരുപ്പത്തിനോ വിലക്കയറ്റത്തിനോ സാമൂഹ്യ ദുരിതത്തിനോ പരിഹാരം കാണാനാവാൻ കഴിയാത്ത പോലെ മുതലാളിത്തം, ആ മുതലാളിത്ത കമ്പോളത്തിൽ വന്നിട്ടുള്ള വലിയ കുറവുകൾ, അവരുടെ വാങ്ങശേഷിയിലെ കുറവ്, അതുവഴി ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, അത് ലാഭത്തിലുണ്ടാക്കുന്ന ഇടിവ്, ഇത് പരിഹരിക്കാൻ അവരുടെ പ്രശ്നമുണ്ടാകും. അവർ വിവിധ ലോകരാജ്യങ്ങളിലേക്ക് ഈ അവരുടെ പ്രദേശങ്ങളുടെ പ്രയാസങ്ങളുടെ ഭാരം എടുത്തുകൊണ്ട് മുതല രാജ്യം അടിച്ചിരിക്കുന്നു. ഞാൻ അതിന്റെ എല്ലാ ഭാഗത്തേക്കും കൂടി അവർ നടത്തുന്നത് അവരുടെ സാമ്പത്തിക കുടുംബത്തിന്റെ ഭാഗമായുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി നമ്മുടെ രാജ്യങ്ങൾ കൂടുതൽ ദരിദ്രവൽക്കരിക്കുന്ന നയങ്ങൾ ഏറ്റെടുക്കാൻ ഇവിടുത്തെ ഭരണമാണ് നിർബന്ധിക്കണം. അത് സംഭവിക്കും. വേറൊന്ന് ഏറ്റവും മനുഷ്യത്വഹീനമായ ഒരു പ്രവർത്തനത്തിലേക്ക് സാമ്രാജ്യത്തിൽ സമകാല ചൂഷണ രൂപമായ ആഗോളവൽക്കരണം, സാമ്രാജ്യത്വം.
അതിന്റെ സാമ്പത്തിക നയങ്ങൾ ലോകവ്യാപകമായി പരാജയപ്പെടുന്നത് കണ്ട് അതിന് പരിഹാരം കാണാൻ ചൂഷണത്തിന്റെ പുതിയ രൂപങ്ങൾ അന്വേഷിച്ചു പോകുന്ന കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? യുദ്ധം കാക്കലാണ്. യുദ്ധം എന്താണ്? നമ്മളിവിടെ ഇരിക്കുമ്പോ ഗസയിൽ അത് നടക്കില്ലേ? യുദ്ധം നടക്കില്ലേ? യുദ്ധമല്ലോ. മനുഷ്യനെ കൊണ്ടുകൊടുക്കില്ല, നിരപരാധികളെ പോയി കൊണ്ടുകൊടുക്കില്ല. ഇങ്ങനെ സാധിക്കുമല്ലോ. ഒരു വർഷത്തിലേറെയായി പലസ്തീനിലെ മനുഷ്യരെ ഭൂമിട്ടുകൊള്ളുകയാണ്. ഇവരാരെങ്കിലും യുദ്ധത്തിലാണോ? ആ ജനങ്ങൾ യുദ്ധത്തിലാണോ? രാത്രി നോക്കുമ്പോൾ നമ്മൾ എവിടെയാണോ നടക്കുന്നത് അവിടെ നോക്കില്ല. യുദ്ധസ്ഥലത്ത് നമ്മുടെ രക്ഷപ്പെടാൻ എന്താ ചെയ്യാം? ക്ഷേത്രം അഭയാർത്ഥിക്കരുത്, ആശ്വസിക്കരുത്. എങ്ങനെ ഇസ്രായേൽ യുദ്ധം ബോംബിടുന്നത്? അഭയാർത്ഥിക്കേണ്ടതുണ്ട്, ആശുപത്രിയിലാണ്. യുദ്ധം മുന്നണിയിലേക്കുള്ള യുദ്ധം എത്ര കാലമായി? കൊല്ലങ്ങളായി. എവിടെയാണ് യുദ്ധം? ഒരു കൊച്ചു പ്രദേശത്ത്, വയനാട് ജില്ലയോളം പറ്റുന്ന പ്രദേശത്ത്, മലപ്പുറത്തിന്റെ പകുതി വരുന്ന ഒരു സ്ഥലത്ത് എത്ര ബോംബുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എത്ര മനുഷ്യരെയാണ് തുടങ്ങിയിരിക്കുന്നത്? ആരാണ് ലൈസൻസ് നൽകുന്നത്? ഇവിടെയാണ് സാമ്രാജ്യത്വത്തിന്റെ മൃഗീയ മുഖം നാം തിരിച്ചറിയുന്നത്. നിരപരാധികളായ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുകൊടുക്കുന്ന കിരാത നയവുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേലിന്റെ പരിപൂർണ പരിരക്ഷ നൽകുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം. അതാണ് നാം പറഞ്ഞത്. മനുഷ്യത്വമുണ്ടോ മുതലാളിത്തത്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിത്. ഇല്ല, ഒരു യുദ്ധമാണ്. അറിയപ്പെടുന്നത് ഒരു ചെറിയ രാജ്യമായ ഉക്രൈനെ പിന്നിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൊണ്ടാത്ത ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അറിയില്ല. അത്രയും നവീനമായ ആയുധങ്ങളാണ്. അതൊക്കെ കൊണ്ടേ ബുദ്ധിമുട്ടി തന്നെ ഉക്രൈനെ സഹായിക്കാൻ വേണം. 200 ബില്യൺ, 300 ബില്യൺ, 150 ബില്യൺ ഡോളറിന്റെ സഹായം കേട്ടതൊന്നും അരി പഞ്ചാരി കൊടുക്കണം. അല്ലട്ടോ, അരി പഞ്ചസാരയല്ല, മിസൈല, പിന്നെ ഡ്രോണ, പിന്നെ ആധുനിക യുദ്ധപരമാണ്. പാശ്ചാത്യം കിടക്കുന്ന മനുഷ്യന്റെ തലയ്ക്ക് ആധുനിക യുദ്ധോപകരണങ്ങൾ കൊണ്ടു കൊടുത്തിട്ട് അത് ഉപയോഗിക്കാൻ കൂടി അറിയാത്തവരെ പരിശീലിപ്പിച്ച് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി അത് ഇങ്ങനെ പിന്നിട്ട് പിന്തുണക്കുക. ലോക സാമ്രാജ്യം സോവിയറ്റ് അഡ്മിനിസ്ട്രേഷൻ ലോകത്തിന്റെ കണ്ടുപിടിച്ചു വന്നു. ലിബിയ, ഇറാഖ് 1, ഇറാഖ് 2, ആ യുഗോസ്ലാവിയയിലെ മുഴുവൻ പ്രദേശം 3 രാജ്യമാക്കി മാറ്റിയ യുദ്ധം. അപ്പൊ അഫ്ഗാനിസ്ഥാനും ലിബിയയും ഇറാഖും ഇറാനും ഇപ്പോ പിന്നെ ഗസയും ഉക്രൈനും അതിനപ്പുറത്ത് ലെബനനും ഇതിനപ്പുറത്ത് സിറിയയും ഇതുകൊണ്ടും ഇവിടെ ഹൂതി യമൻ. നോക്കൂ, ഒരു മേഖല മുഴുവൻ ബോംബന്റെ യുദ്ധന്റെ മനുഷ്യനെ കൊല്ലുന്നില്ലേ? ആധുനിക ആയുധങ്ങളല്ലേ? ആരുടെ ഉൽപ്പന്നമാണ്? എന്തുകൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി എന്ന ചോദ്യത്തിന് ഉത്തരം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സാമ്രാജ്യത്തെയും മുതലാളിത്തത്തെയും എതിർക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതുതന്നെയാണ്. കണ്ണീരിന്റെ നനവില്ലാത്ത ക്രൂരതയുണ്ട് ഇവർക്ക്. ആ ക്രൂരതയുടെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യത്വമാണ് മാർക്സും ലെനിനും എന്ന ദാർഢ്യമേറിയ വിശ്വാസത്തിന്റെ കരുതിലാണ് നമ്മളിൽ നേരിടുന്നത്. കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കുന്നത് നോക്കൂ നിങ്ങൾ. ഈ യുദ്ധങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളതായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രരുടെ രാജ്യമാണ്, ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുടെ രാജ്യമാണ്, ഏറ്റവും പിന്നിൽ കിടക്കുന്ന രാജ്യമാണ്, സ്ത്രീ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ജനാധിപത്യം വന്നോ? അമേരിക്ക വന്നാൽ ജനാധിപത്യം കയറ്റിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ. നമ്മളിപ്പോ അഫ്ഗാനിസ്ഥാനിൽ ചോദിക്കും ഏതായിരുന്നു നല്ല ഭരണം? എല്ലാവരും പറയും ഇവിടെ നജീബുള്ള എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭരണമായിരുന്നു നല്ല ഭരണം, നജീബുള്ളയുടെ ഭരണമായിരുന്നു. ആ നജീബുള്ള അവിടെ മര്യാദക്ക് ഭരിച്ച് ജനങ്ങൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ കൊടുത്ത് സ്ത്രീ പുരുഷ തുല്യത ഉറപ്പുവരുത്തി ആ നാടിന്റെ ചരിത്ര പുരോഗതിയിലെ ഏറ്റവും നല്ല കാലത്തെ സൃഷ്ടിച്ചു സോവിയറ്റ് യൂണിയന്റെ കാലത്ത്. എന്തായാലും അതിന് അവിടേക്കാണ് സാമാന്യ യുദ്ധമായിട്ട് പോയത്. അതിനെക്കുറിച്ച് ഒരു വാദം പറഞ്ഞു വെക്കുന്നത് അന്നാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാര് നാട് മുഴുവൻ സോവിയറ്റ് കരണ്ടികൾ പിന്നോട്ട് നാടുള്ള ജമാഅത്തെ ഇസ്ലാമി ബോർഡ് വെച്ച് മറക്കട്ടുണ്ടാവും. അമേരിക്കൻ സാമ്രാജ്യത്തെ ഇക്കാന്റെ ബോംബ് മുഴുവൻ റഷ്യൻ ചങ്ങാന്റെ പോവാണ്. അമേരിക്കൻ മുതലാളിത്തം ഈ ബോംബ് മുഴുവൻ കൊണ്ടുപോയി നശിച്ചപ്പോ ഒരു പോസ്റ്റ് ഞാനുണ്ട്. എന്താണ് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ ഈ വർഗീയവാദികളുടെ? അങ്ങനെയല്ലേ ആ യുദ്ധം ഉണ്ടാക്കേണ്ട എന്താണോ?
ഇവൻ താലിബാൻ പോലും ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള സന്നദ്ധത്തിന് വേണ്ടിയാണ് അമേരിക്കയ്ക്ക് യുദ്ധമാണ്. ഗദ്ദാഫിക്ക് സമാധാനത്തിന് വേണ്ടിയുള്ളത് അമേരിക്കയ്ക്ക് യുദ്ധമാണ്. സദ്ദാം ഹുസൈന് സമാധാനമാണ് വേണ്ടിയുള്ളത് അമേരിക്കയ്ക്ക് യുദ്ധം വേണം. മനസ്സിലായോ? ഇപ്പോ ഇവിടെ സമാധാനത്തിനെതിരാണോ അവിടുത്തെ ജനങ്ങൾ? അല്ലല്ല, യുദ്ധ ആവശ്യം അമേരിക്കൻ ആവശ്യം. ഒരു യുദ്ധം കഴിയുമ്പോൾ അടുത്ത യുദ്ധത്തിലേക്ക് നടക്കുന്ന പ്രവർത്തനം എന്താ? ആയുധ നവീകരണമാണ്. അത് എല്ലാവരും മനസ്സിലാക്കുന്നു. ആയുധ നവീകരണമാണ്. അപ്പോ ഇപ്പൊ 50 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന യുദ്ധോപകരണത്തെ നവീകരിച്ച് അടുത്ത യുദ്ധത്തിൽ 500 രൂപയ്ക്ക് വിൽക്കാം. അതിനായിട്ട് ഓരോ യുദ്ധവും പുതിയ ആയുധങ്ങളുടെ പരീക്ഷണശാലയാണ്. മനുഷ്യരാശിയുടെ മുന്നിൽ തലയ്ക്ക് മുകളിൽ നിരപരാധികളുടെ ജീവിതത്തിൽ ലോക സാമ്രാജ്യത്തിന്റെ ലാഭകൊടിയന്മാർ, അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അതിന്റെ ഉടമസ്ഥന്മാർ, ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകൾ, അവരുടെ ഒപ്പം നിൽക്കുന്നവർ എല്ലാം ചേർന്നുകൊണ്ട് മനുഷ്യ സംസ്കാരത്തിനും മനുഷ്യരാശിക്കുമെതിരെ ഏറ്റവും വലിയ കടന്നാക്രമണങ്ങൾ നടത്തുന്ന ഒരു സമകാലമുണ്ട്. എത്ര പ്രസക്തമാണ് തൊഴിലാളികളുടെ രാഷ്ട്രീയത്തിന്റെ ശരിയായ നിലപാട് എന്നത് കൂടുതൽ ലോകത്തിന് ബോധ്യപ്പെടേണ്ട വിടുന്ന ഒരു സന്ദർഭം. ഇതാണ് നമ്മൾ ഈ ആപത്തുണ്ട്. അതിന്റെ രാഷ്ട്രീയ പ്രതിഫലമുണ്ട്. അതിന്റെ രാഷ്ട്രീയ പ്രതിഫലമുണ്ട്. അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. അതിന്റെ ഒരു പ്രതിഫലം ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ ചുരുക്കിയിട്ടില്ല. പല വികസിത മുതലാളിത്ത രാജ്യങ്ങളിലും ഇന്ന് ശക്തമായ പ്രക്ഷോഭ സമരങ്ങളുണ്ട്. ഇപ്പൊ US-നകത്ത് ഹോട്ടൽ തൊഴിലാളികളുടെ വലിയ സമരം വന്നു, സ്റ്റാർബക്കിലെ തൊഴിലാളികളുടെ വലിയ സമരം വന്നു. അമേരിക്കക്കകത്താണ്, ദക്ഷിണാഫ്രിക്കയിൽ, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും, ബ്രിട്ടൻ, സ്പെയിന്, പോർച്ചുഗൽ, ഗ്രീസ്, ഇറ്റലി, എല്ലാ രാജ്യങ്ങളിലും തൊഴിലാളികളുടെ വലിയ പ്രക്ഷോഭങ്ങളെ കാണുന്നത്. ആഫ്രിക്കയിലൊക്കെ കാണുന്നത് ഈ മുതലാളിത്ത നയങ്ങളുടെ തകരാറിലാകുന്ന വലിയ പ്രക്ഷോഭ സമരം ലോകത്തെ സംബന്ധിക്കുന്നു. മുതലാളിത്ത ആശയങ്ങൾ തന്നെ ഇരുന്നുണ്ട്. ഏറ്റവും വലിയ ഭക്ഷണം കഴിക്കപ്പെട്ട രാജ്യമല്ലേ അമേരിക്ക. അമേരിക്കക്കകത്ത് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ഇടതുപക്ഷക്കാരൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥിയായിട്ട് രൂപപ്പെട്ടു, ബേർണി സാൻഡേഴ്സ്. അതിന്റെ കാരണം എന്താ? പുതിയൊരു തലമുറ അമേരിക്കയിൽ പോലും ഇടതുപക്ഷ ആശയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇടതുപക്ഷത്തിൽ ചിന്തിക്കാത്തൊരു കാര്യമില്ല. ഈയിടെ ഞാൻ സർവേ റിപ്പോർട്ട് വായിച്ചു. ഒരു വിഭാഗം ചെറുപ്പക്കാർക്കിടയിൽ നടത്തിയത് 35% ചെറുപ്പക്കാർ കമ്മ്യൂണിസത്തെ കുറിച്ചാണ് പറയുന്നത്. 70% ചെറുപ്പക്കാർ സോഷ്യലിസത്തെ കുറിച്ചാണ് പറയുന്നത്. അമേരിക്കയിലല്ല. അതൊരു നല്ല ഗുണപരമായ കാര്യം തന്നെയാണ്. അമേരിക്കയുടെ സോഷ്യലിസ്റ്റ് ആവുന്നില്ല, ട്രംപിന്റെ ഏജൻസി. പക്ഷെ ഒരു തലമുറ ഇതിനെല്ലാം എതിരായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. വലിയ പ്രക്ഷോഭങ്ങൾ കൃഷിക്കാരൻ തൊഴിലാളികൾ ലോകവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ നിലയിലാണോ രാഷ്ട്രീയം വരുന്നത്? അല്ല, രാഷ്ട്രീയം വരുന്നത് വേറെ നിലയില്ല. കാരണം പ്രത്യക്ഷത്തിലുള്ള വിഷയങ്ങളുണ്ടാവും. ഈ എല്ലാവർക്കും വലിയ തൊഴിലായ്മയും ദാരിദ്ര്യവും തൊഴിലായി യൂറോപ്പിലാകില്ല, പിന്നെ UK-യിലുണ്ട്, എല്ലായിടത്തും. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പോ രാഷ്ട്രീയമായിട്ട് അതിനെ അവിടുത്തെ വലതുപക്ഷം ഉപയോഗപ്പെടുത്തും. അത് നന്നായിട്ട് നടക്കുന്നു. ഇപ്പൊ ട്രംപിന്റെ ഒരു വിജയം, തീവ്ര വലതുപക്ഷത്തിന്റെ വിജയമാണ്. യൂറോപ്പിലേക്ക് ആയി നോക്കിയാൽ 2 പ്രവണതകളാണ്. ഒന്ന് ഒരു വലതുപക്ഷം എടുക്കണം, മറ്റൊന്ന് സോഷ്യൽ ഡെമോക്രസി. സോവിയറ്റ് യൂണിയൻ കാലത്ത് മാർക്സിസത്തെ പ്രതിരോധിക്കാൻ സാമൂഹ്യ സുരക്ഷ സമൂഹത്തിൽ ഉറപ്പാക്കുന്ന ഒരു മുതലാളിത്ത രാഷ്ട്രീയ രീതി നടപ്പിലാക്കുകയാണ് സോഷ്യൽ ഡെമോക്രസി എന്ന നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ രൂപപ്പെടുത്തി കൂടിയത്. അതാണ് ബ്രിട്ടീഷ് ലേബർ പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ജർമ്മനിയിലുണ്ടായിരുന്നു, ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ടായിരുന്നു. അവിടെ തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾ, ഇപ്പുറത്ത് സോഷ്യൽ ഡെമോക്രസി, അതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെയാണ് രൂപപ്പെടുന്നത്. അത് സാമൂഹ്യ സുരക്ഷയ്ക്ക് മുൻഗണന സോഷ്യൽ ഡെമോക്രസി. ഇപ്പോഴോ അത് പൂർണ്ണമായി നിലനിൽക്കുന്നു. അവിടെ വലിയ പ്രയാസമാണ് ജനങ്ങൾക്ക്. സാമൂഹ്യ സുരക്ഷയാണ് ഇടിച്ചു നാട്ടില്ല, ഇല്ലാതെ ഏതാണ്ട് ഇല്ലാതാവുകയാണ്. അതെങ്ങനെ ജനത്തിരിക്കുക? ഇംഗ്ലണ്ട് പൂർണ്ണമായ പിന്നെ സാമൂഹ്യ സുരക്ഷ രാജ്യമാണ്. ഫ്രാൻസ് സാമൂഹ്യ സുരക്ഷ രാജ്യമാണ്. ഇന്ന് എന്റെ പണി പോയാൽ അടുത്ത പണി എനിക്ക് കിട്ടുന്നത് വരെ ഇപ്പൊ കിട്ടുന്ന ശമ്പളത്തിന്റെ വേറെ പകുതി സൗജന്യമായി കിട്ടുന്നതാണ് ഒരു സാമൂഹ്യ സുരക്ഷ.
കുട്ടികളുടെ ചികിത്സ ഉറപ്പാക്കുന്നതാണ്, വിദ്യാഭ്യാസം സൗജന്യമായി ഉറപ്പാക്കുന്നതാണ്, പാർപ്പിടത്തിന് വലിയ സൗജന്യങ്ങൾ കിട്ടുന്നതാണ്. അങ്ങനെ അത്രയും വിപുലമായ സാമൂഹിക സുരക്ഷയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഇത് മൂല്യമിക്കുന്നത്. ഇവരൊക്കെ വലതുപക്ഷ പാർട്ടികളായി മാറുകയാണ്. വലതുപക്ഷ നയത്തിന് വേണ്ടി മുന്നോട്ട് പോകും. അതൊന്നും ഒരു ഭാഗത്ത് സംഭവിക്കുന്നു. വേറൊരു ഭാഗത്ത് തീവ്ര വലതുപക്ഷം ഈ പുതിയ പ്രശ്നങ്ങളെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അത് തീവ്ര ദേശീയത പ്രചരിപ്പിക്കുന്നു, തീവ്ര ദേശീയത പ്രചരിപ്പിക്കുന്നു, അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നു. ഇപ്പൊ യുദ്ധത്തിന്റെ ഭാഗമായി ആ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളെല്ലാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. അവർ ധാരാളം മുസ്ലിങ്ങൾ അഭയാർത്ഥികളായി യൂറോപ്പിലേക്ക് പോകുന്നു. ആ അഭയാർത്ഥികൾക്കെതിരായ തീവ്ര വിരോധം പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നു. ഇസ്ലാമോഫോബിയ, വംശീയത, തീവ്രദേശീയത, അഭയാർത്ഥികളുടെ വിദ്വേഷം ഈ നിലയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഈ പാവങ്ങൾക്കാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയത്തെ വലതുപക്ഷവൽക്കരിച്ച് വിദ്വേഷപരമായ പ്രസംഗങ്ങൾ നടത്തി ആളുകളെ ക്ഷണിക ബോധത്തിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന വലതുപക്ഷ നയങ്ങൾ പല തിരഞ്ഞെടുപ്പുകളിലും യൂറോപ്പിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു, അമേരിക്കയിൽ ജയിക്കുന്നു. അതാണ് ഇന്നത്തെ ഒരു ലോകം. യൂറോപ്യൻ പാർലമെന്റിലേക്ക് നമുക്ക് കാണാൻ കഴിയും. പല ഇറ്റലി, ജർമ്മനി പോവുകയാണ്. അങ്ങനെ നീങ്ങുന്നു. ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, ബ്രിട്ടനിലെ ലേബർ പാർട്ടി, എത്ര വലിയ പാരമ്പര്യ പാർട്ടിയാണ്, അവർ പോലും തീവ്ര മുതലാളിത്ത ആശയങ്ങളിലേക്ക് പോകുന്നു. ഇതാണ് ഇന്നത്തെ ഒരു ലോക സവിശേഷത. ഈ ലോക സവിശേഷതയിൽ ഞാൻ ആദ്യം പറഞ്ഞ ശക്തമായ തൊഴിലാളി വർഗ പ്രക്ഷോഭങ്ങളുണ്ട്. അതൊരു ആത്മവിശ്വാസമാണ്. മറ്റൊന്ന്, ശരിയിടത്ത് ചില സന്ദർഭങ്ങളിൽ കാഴ്ചയുടെ മുന്നിൽ വരും. ഇപ്പൊ ഫ്രാൻസില് തെരഞ്ഞെടുപ്പ് ഒട്ടും അവിടെ ലെഫ്റ്റേക്ക് ഇടതുപക്ഷില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഫ്രാൻസിൽ പോയപ്പോ നമ്മുടെ തൊഴിലാളികളുടെ യോഗത്തിന് പോയതാണ്. അവിടെ നടക്കുന്ന കാഴ്ച എന്താ, നമ്മുടെ ഈ തൊഴിലാളികളുടെ ഓഫീസ് മുഴുവൻ കല്ലൊക്കെ നടത്തി നമ്മുടെ പാർട്ടി, ഞാൻ മുൻപ് യോഗത്തിൽ ഓഫീസാണ്, ലോക തൊഴിലാളി സംഘടന. അവിടെ നടക്കുന്ന നമ്മുടെ പാർട്ടി ഈ ഓഫീസിന്റെ ചില്ല് മുഴുവൻ പൊട്ടിയിട്ട് പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇതിന് എതിരാളികൾ പ്രവർത്തനമാരിയല്ല, പ്രകടനമായിട്ട് കൊല്ലും ചെയ്യും, ആക്രമിക്കുകയും ചെയ്യും. കല്ലിട്ടൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. ആക്രമിക്കുക പറയുമ്പോൾ അത് തെറ്റിദ്ധരിച്ചിട്ട് ആക്രമിക്കപ്പെട്ടാൽ നേരെ തടവി തിരിച്ചു പോരുന്നുണ്ട് എന്നാലും കരുതണ്ട, ആക്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു തരുന്നു. അപ്പോ ആക്രമിക്കുന്ന പൊട്ടിച്ച കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ സ്വാധീനം 5% മേളിലുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പുണ്ടോ തീവ്ര വലതുപക്ഷം വന്നപ്പോ എല്ലാ ഇടതുപക്ഷ ശക്തികളും ഒന്നിച്ചപ്പോഴോ അവർ ഒന്നാമത്തെ പാർട്ടി, ആ ഒന്നാമത്തെ പാർട്ടിയെ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സീറ്റ് അവർക്ക് കിട്ടിയിട്ട് അവിടുത്തെ പ്രസിഡന്റ് ഒരിക്കൽ പോലും കൂടുതൽ സീറ്റുള്ള ഇടതുപക്ഷത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. സീറ്റ് കുറഞ്ഞൊരു പാർട്ടിയെ ക്ഷണിച്ചു, അയാൾക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയില്ല. ഇപ്പോ സീറ്റ് കുറഞ്ഞ് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട വേറെ ആൾ ക്ഷണിച്ചു, അവിടേക്ക് ഭൂരിപക്ഷം കിട്ടാൻ കുറഞ്ഞ അങ്ങനെയാണ് മുതലാളിത്ത തീരുമാനിക്കുന്നത്. വായുമൂലങ്ങൾ അവരുടെ ആശയം മുന്നോട്ട് പോകുമ്പോൾ തന്നെ നല്ല പ്രതിഷേധങ്ങൾ പ്രതിരോധം അനുഭവപ്പെട്ടിരുന്നു. ലാറ്റിൻ അമേരിക്ക ഭൂരിപക്ഷം രാജ്യങ്ങളിപ്പോ ലാറ്റിൻ അമേരിക്കയിൽ മുതലാളിത്ത വിരുദ്ധമായ സാമ്രാജ്യത്വമായ പൊതുവിനെ പറഞ്ഞത് തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ബോൾസനാരോനെ പോലുള്ള ഭരണാധികാരി തോൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ പൊതുവെ എല്ലാവരും ഏറ്റവും പുരോഗമിച്ച ഇടതുപക്ഷം എന്ന് വരാൻ പറ്റില്ലെങ്കിലും 2-3 രാജ്യങ്ങൾ ഒഴിവാക്കിയ പരാഗോ, വെനിസ്വേല, പരാഗോ, നമ്മുടെ പെറു, പിന്നെ അർജന്റീന, ഇതൊഴികെയുള്ള രാജ്യങ്ങളിലെല്ലാം പൊതുവെ ലാറ്റിൻ അമേരിക്ക എനിക്ക് നോക്കിയാൽ നമുക്ക് പൂർണ്ണ സാമ്രാജ്യത്തിലേക്ക് പുറത്തുന്ന രാജ്യങ്ങളെല്ലാം കണ്ടു മാറ്റാൻ. അപ്പോ മുതലാളിത്തം നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന ഒട്ടേറെ അക്രമോത്സുകമായ യുദ്ധങ്ങളും അതായത് രാജ്യത്തെ ജനങ്ങളെ തകർക്കുന്ന നയങ്ങളും ആ നയങ്ങൾ കൊണ്ട് തന്നെ ലാഭം തികയാത്തതുകൊണ്ട് മൂന്നാം ലോക രാജ്യങ്ങളിലെ ജനങ്ങളെ കൂടി അടിച്ചേൽപ്പിക്കുന്ന അവിടുത്തെ ഭരണകൂടത്തിന്റെ കൂടി പിന്നിലോട് കൂടി അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളും വഴി വലിയ പ്രയാസങ്ങൾ സാധാരണ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിന്റെ മുന്നിൽ കീഴടങ്ങാതെ വ്യത്യസ്തങ്ങളായ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് വിപ്പുറത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ, ചൈന, വിയറ്റ്നാം, കൊറിയ, അങ്ങനത്തെ രാജ്യങ്ങൾ അവര് നല്ല നിലയിൽ തന്നെയാണ് അവരുടെ പൊതു ഘടന ആകെ തകർന്നു പോവുകയല്ല ചെയ്തിരിക്കുന്നത്. ചൈനത്തിൽ വിസ്മയമാണ്. ചൈന ലോകത്ത് അമേരിക്കയിൽ ഇങ്ങനെ കെട്ടാക്കം വിളിച്ചിരിക്കുക. ഒരു 10 കൊല്ലം നമ്മളിങ്ങനെ വായിച്ചാൽ നമ്മളിങ്ങനെ ചൈന മനസ്സിലേക്ക് കിട്ടുന്നത്
10 കൊല്ലം മുമ്പുള്ള ചൈന സോവിയറ്റ് യൂണിയനെ തകർത്തതിന് ശേഷം ചൈനയിലെ സംവിധാനത്തെ തകർക്കാൻ സാമ്രാജ്യത്വം കൂടാതെ സ്വാഭാവികമാണ്. ചൈന പിടിച്ചു നിൽക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, ചൈന ഉൽപാദനത്തെ പറ്റി മാർക്സിസം ലെനിനിസം പട്ടിണി തുല്യമായി പങ്കുവെക്കാനുള്ള ഒരു വ്യവസ്ഥയല്ല. മനുഷ്യാത്മക വിജ്ഞാനത്തിന്റെയും ദൈക്ഷണികതയുടെയും ശാസ്ത്രമുന്നേറ്റത്തിന്റെയും ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട എല്ലാ നന്മകളുടെയും മികവിനെ തുല്യമായി പങ്കുവെക്കാനുള്ളതാണ്. അതാണ് മാർക്സിസം. ആ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ചൈന മുന്നോട്ട് വെച്ചത്. എന്തൊരു വളർച്ച! 2007 സാമ്പത്തിക കുഴപ്പം വന്നപ്പോ എങ്ങനെ ലോക ധനശാസ്ത്രജ്ഞർ വിലയിരുത്തിയത്? ഈ സാമ്പത്തിക കുഴപ്പത്തിന്റെ ആഘാതം മനുഷ്യരാശിക്ക് അതിതീവ്രമായി അനുഭവിക്കാതിരുന്നത് ചൈന കെട്ടഴിച്ചുവിട്ട ഉൽപാദന വളർച്ചയും മുന്നേറ്റവുമാണ്. അതിലൂടെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ലോകത്തിന് നൽകാൻ ചൈനയ്ക്ക് കഴിഞ്ഞതാണ് ആ വലിയൊരു സാമ്പത്തിക കുഴപ്പം ഉണ്ടാക്കിയ പ്രതിസന്ധികളിൽ മനുഷ്യരാശിക്ക് ഗുണമായിരുന്നു. അതായത് ഇപ്പൊ നമുക്കറിയാം, ഒരു 10-12 കൊല്ലം എല്ലാവരും AD 2050 ചൈന ലോകത്തിന്റെ രണ്ടാമത്തെ ധനശക്തിയുണ്ട്. ഇപ്പൊ തന്നെ അത് രണ്ടാമത്തെ ധനശക്തി. വെറും ധനശക്തിയല്ല, അവർക്ക് നല്ല ഇടപെടൽ ശേഷിയുണ്ട്. ഉൽപാദനത്തെ കുറച്ചുകൊണ്ടിരിക്കുക. ചില മേഖലകളിൽ ലോകത്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ലോകോത്തര തീരുമാനമാണ്. ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ മാറ്റം നടത്തുന്നത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കൂടി മാറുകയാണ്. ആ ഇലക്ട്രിക് വാഹന വ്യവസായ രംഗത്ത് ഏറ്റവും വലിയ സാങ്കേതിക ആരാണ്? ചൈനയാണ്. അവരെത്ര ഇലക്ട്രിക് വാഹനങ്ങളുണ്ടാക്കി ലോകം മുഴുവൻ ആദായത്തിന് കൊടുക്കും. ആദായത്തിന് എല്ലാവർക്കും നടന്നില്ല, അങ്ങനെ ആദായത്തിന് കിട്ടും. ആ ലോക മുന്നേറ്റം നടത്തുമ്പോ നോക്കിയില്ലേ, യൂറോപ്പിൽ നോക്കി ഒരു ചൈനയ്ക്ക് ഇടപിടിക്കാൻ കഴിയുന്ന ഇലക്ട്രിക്കൽ ബാറ്ററി ഉണ്ടാക്കാൻ പറ്റും. കച്ചവടം കുട്ടിക്കും പൊളിഞ്ഞുപോയി. വലിയ മുന്നേറ്റമില്ല. എല്ലാ നിലയിലും ഉൽപ്പാദനം വളർച്ചയില്ല. നല്ല സാമ്പത്തിക ശേഷിയാണ്. 159 രാജ്യങ്ങളെയാണ് അവര് റോഡാർബിറ്റി പ്രോഗ്രാമിലൂടെ സഹായിക്കുന്നത്. 159 രാജ്യങ്ങൾ. ആ രാജ്യങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ട് ആ രാജ്യങ്ങളുടെ പൊതുവികസനത്തിന് സഹായകരമായി നൽകിയിട്ടുള്ള മൂലധന നിക്ഷേപം നടത്താൻ ഇന്ത്യ. ഇപ്പൊ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ചൈന പ്രഖ്യാപിക്കുന്ന ചില മൂലധന സഹായ നിക്ഷേപവും സംബന്ധിച്ച് ഒരു ബദൽ ഉണ്ടാക്കാൻ ഈ ബൈഡന്റെ അമേരിക്ക ശ്രമിച്ചു. പറ്റില്ലോ, സഹായിച്ചില്ല. കാരണം അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ആ തരത്തിലുള്ളതാണ്. ആ നിലയിൽ മറ്റൊരു 3-4 കൊല്ലം ദരിദ്രരാജ്യത്തെ പോയി സാമ്പത്തികമായിട്ട് അവർക്ക് നേരിട്ട് സഹായിക്കാനില്ല. വേൾഡ് ബാങ്കിലോ IMF-ലും ഉപയോഗിച്ച് കൊള്ളപ്പലിശയ്ക്ക് ചിലപ്പോൾ പറ്റിയില്ല. മറ്റേ പറ്റുന്നില്ല. വലിയ മുന്നേറ്റത്തെ ഉണ്ടാക്കിയിട്ടില്ല. അത് ജനജീവിതത്തെ മെച്ചപ്പെടും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യക്ക് ചൈനയ്ക്ക് ഒരേ സമയമാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച അന്ന് കിട്ടിയതിന്റെ 7 ഇരട്ടിയാണ് ഇന്ത്യയിലെ സാധാരണക്കാരുടെ പ്രതിശിക്ഷ വരുമാനത്തിൽ വർദ്ധനവ്. ചൈനയോ 40 ഇരട്ടിയാണ് ആണ് വ്യത്യാസം. ജനജീവിതത്തെ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. സുസ്ഥിരമായ സമ്പദ്ഘടനയിലേക്ക് വലിയ തരത്തിലുള്ള വളർച്ചയുണ്ടായി. ലോകത്തിന്റെ ഇടപെടാൻ കഴിയും. ഇപ്പോ ലോക രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെടാൻ കഴിയും. ഇപ്പോ നമ്മുടെ ഇറാനും സൗദി അറേബ്യയിൽ തമ്മിലുള്ള പരസ്പര തർക്കത്തിന്റെ മധ്യസ്ഥനായി പ്രശ്നം പരിഹരിക്കാൻ ചൈനയ്ക്ക് ഗസന്റെ ചില പ്രശ്നങ്ങൾ ഇടപെട്ട് അവിടെ ആ മിഡിൽ ഈസ്റ്റില് രാജ്യങ്ങൾക്കൊന്ന് അടുപ്പിക്കാൻ ചൈനയ്ക്ക് സാധ്യതയുണ്ട്. ഉക്രൈൻ വിഷയത്തിൽ ചൈന ഒരു വിശ്വസ്തനെ പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് സ്ഥിതി എന്താണ്? നല്ല ഇടപെടൽ ചൈന നടത്താൻ കണ്ട് വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു. ലോകത്തിന്റെ ചൈനീസ് സാന്നിധ്യം ഇപ്പൊ ഇവിടെ വരെ എത്തി. അങ്ങനെ പോയി ഇങ്ങനെ വട്ടം തിരിഞ്ഞ് ചൈനയൊക്കെ പുറപ്പെട്ട് ഇങ്ങനെ ഏഷ്യ കഴിഞ്ഞ് ആഫ്രിക്കൻ പടമ്പ് ചുറ്റി അങ്ങനെ ലാറ്റിൻ അമേരിക്കയിൽ എത്തി. മെക്സിക്കോ, അമേരിക്കയുടെ പടിവാതിലിൽ വരെ ചൈന അതിന്റെ നിക്ഷേപമൊക്കെ ആയിട്ട് നിൽക്കുന്നു. വല്ലാത്തൊരു സ്ഥിതിയാണ്. വല്ലാത്തൊരു സ്ഥിതി എന്ന് പറയുമ്പോൾ ഒരു സോഷ്യലിസ്റ്റ് രീതി പുനഃസംഘാടനം നിർവഹിക്കപ്പെട്ട ഒരു സമൂഹത്തിന് ലോകത്തിന്റെ സാമ്പത്തികമായ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തങ്ങളുടെ രാജ്യത്തിലെ സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാനും വലിയ തോതിലുള്ള ശാസ്ത്ര സാങ്കേതിക വളർച്ച ഉണ്ടാക്കാനും ചില മേഖലകളിൽ ഏറ്റവും മികവുറ്റതാക്കാനും ടെലികമ്മ്യൂണിക്കേഷൻ TV ഒക്കെ ഞാൻ സൂചിപ്പിച്ച് അവർക്ക് സാധിച്ചിരിക്കുന്നു. നല്ല കാര്യം. ചെറിയ വിയറ്റ്നാം
നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രതിശീഷ വരുമാനം ഒരു 10-30 കൊല്ലം മുമ്പ് 200 ഡോളറാണ്, 4,500 ഡോളറാണ്. നല്ല വളർച്ചയാണ്. ഇടക്കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. DPRK ഈ അടുത്ത കാലത്ത് എല്ലാ ഇൻഡിക്കേറ്ററുകളിലും മെച്ചപ്പെട്ടിട്ടുണ്ട്. കൃഷി, വ്യവസായം, പ്രതിശീഷ വരുമാനം എല്ലാത്തിലും മെച്ചപ്പെട്ടിട്ടുണ്ട്. സാമ്രാജ്യത്വത്തിന്റെ വലിയ സാക്ഷനുകളുടെ ഇടയിൽ, ഉപരോധത്തിന്റെ ഇടയിലാണ് ആ വളർച്ച. ക്യൂബ പക്ഷെ നല്ല പ്രയാസത്തിലാണ്. കാരണം കോവിഡിന് ശേഷം ക്യൂബയ്ക്കെതിരെയുള്ള ഉപരോധത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആ ജനതയെ പട്ടിണിക്കിട്ട് കൊന്ന് സോഷ്യലിസത്തെ തകർക്കാനാകുമോ എന്ന് കാസ്ട്രോന് ശേഷമുള്ള ക്യൂബയെ ആ നിലയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നത് നമ്മളോടുകൂടി ആ പാവങ്ങൾക്കെതിരെയുള്ള അക്രമത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ പിടിച്ചു നിന്ന ക്യൂബൻ ജനത ഈ സന്നിഗ്ധ ഘട്ടത്തെ മുറിച്ച് നടത്തുന്നത്. അതാണ് ലോകത്തിന്റെ ഒരു പ്രത്യേകത. നല്ല ഈ ഒരു പൊതു കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പല തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാകുമ്പോഴും മുതലാളിത്തം എന്ന് പറയുന്ന വ്യവസ്ഥക്ക് അതിന്റെ സമകാല ചൂഷണങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് എത്തിക്കാനാവില്ല. പല തരത്തിലും അതിനെ മുറിച്ചു കിടക്കാനുള്ള ബഹുജന മുന്നേറ്റങ്ങളും ഇടതുപക്ഷ മുന്നേറ്റങ്ങളും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ വളർച്ചയും എല്ലാമുള്ള ഒരു ലോകത്താണ് ഏകലോകത്തിന്റെ മുഖത്തിന്റെ കീഴിലല്ല മനുഷ്യരാശി എന്ന് വരും ദിവസങ്ങൾ തെളിയിക്കാൻ പോകുന്നു എന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള നിലയിൽ നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാജ്യത്തിലെ ഭരണനിർവഹണത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ നമ്മൾ പരിശോധനക്ക് വിധേയമാക്കണം. അത്തരമൊരു പരിശോധനക്ക് എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. പക്ഷേ വളരെ വ്യക്തതയോടെ നമുക്കെല്ലാം അറിയുന്ന കുറെ വിഷയങ്ങൾ, അത് ഈ നരേന്ദ്രമോദിയുടെ 2 ഭരണവും ഈ 3-ാം ഭരണവും ഒരു തരത്തിലുള്ള സാമൂഹ്യ മുന്നേറ്റവും ഇന്ത്യക്ക് നടന്നു. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അതിലെ ഹിന്ദുത്വവാദം, ഞാൻ അതിന്റെ കൂടുതൽ വിശ്വാസങ്ങളിലേക്ക് പോയി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു BJP. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ട് അവർ എന്തെങ്കിലും നയങ്ങളിൽ വ്യത്യാസം വരുന്നില്ല. ശക്തിയുള്ള തരത്തിലുള്ള പ്രതിപക്ഷം ജയിച്ചവരും ഒന്നുമില്ല പാർലമെന്റിൽ, ലോക്സഭയിൽ. ജനങ്ങളുടെ അഭിപ്രായം വരുന്നില്ലേ? അതിന് വരുന്നില്ല. ഇല്ല. ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനാവുമോ എന്നാണ് അവർ നോക്കുന്നത്. ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നു, ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ആദ്യത്തെ ഡിറ്റേനാണ് വഖഫ് ഭേദഗതി നിയമമാണ് നടന്നുകൊണ്ടിരുന്നേ. നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട നിയമം വഖഫ് ഭേദഗതി നിയമമാണ്. അതാണോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിഷയം? വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട അതുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയം തന്നെ നമുക്ക് ചർച്ച ചെയ്യണം, പരിഹരിക്കണം. അത് സത്യം തന്നെ. പക്ഷെ ഒന്നാം പ്രയോറിറ്റി അതാണോ? എന്താ ലക്ഷ്യം? അതിന് ഒരു മുസ്ലിം വിരുദ്ധതയുടെ വിഷയം അവിടെ പിടിക്കാൻ ആ നിയമം എന്തില്ല. താങ്കളുടെ നിലപാടുകളിൽ ഇവിടെ RSS നിലപാടിനെ ഒന്നാം ദിവസത്തില്ല പാർലമെന്റിലേക്ക്. പിന്നെ ഇപ്പൊ ഈ പാർലമെന്റ് സമ്മേളനമാണ് ഈ സെഷൻ. ഒരു നല്ല ചർച്ചയോട് നടന്നില്ല, ഒരു നല്ല ചർച്ച നടന്നില്ല. എന്താ നല്ല ചർച്ച നടക്കാൻ പോകുന്നതുകൊണ്ടാണ് ഈ പാർലമെന്റ് ഡെമോക്രസി. പാർലമെന്റ് എന്തിനാണ്? ചർച്ചകളുടെ സ്ഥലമാണ്. ചർച്ച പാർലമെന്റ്, തീരുമാനങ്ങൾ എക്സിക്യൂട്ടീവില്ല. നല്ല ചർച്ചകളൊക്കെ ഇന്ത്യയുടെ പാർലമെന്റ്. ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട പാർലമെന്റ്. കേവലം നിയമനിർമ്മാണം മാത്രമാണോ പാർലമെന്റ്? അല്ലല്ലോ. നിയമനിർമ്മാണത്തോടൊപ്പം ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള പാർലമെന്റ്. നമ്മളൊക്കെ കുറച്ച് പത്രസുഹൃത്തുക്കളുണ്ട്, അവർ സാധനങ്ങളൊന്നും പഠിക്കില്ല, അവർ വേറെ ചിന്താവാണ്. അതിലേക്ക് ഞാൻ കൂടില്ല. പക്ഷെ ഓർത്തോളൂ, രണ്ടും നേരിടുന്നത് ഒന്ന് നിയമനിർമ്മാണം, മറ്റൊന്ന് ജനകീയ വിഷയം. പാർലമെന്റ് എങ്ങനെ പ്രവർത്തിക്കുക? സിവിൽ കഴിവുണ്ടായിരുന്ന അഭിജു അവിടെയൊക്കെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച നിയമനിർമ്മാണത്തിന് മുൻഗണന, ബുധനാഴ്ച ഉച്ചയ്ക്ക് വ്യാഴാഴ്ചയും ജനകീയ വിഷയങ്ങളുടെ ചർച്ച, വെള്ളിയാഴ്ച പാർലമെന്റ് അംഗങ്ങളുടെ സ്വതന്ത്ര ബില്ലുകളിലുള്ള ചർച്ച അല്ലെങ്കിൽ പ്രമേയങ്ങളുടെ ചർച്ച. അവിടെ കൃത്യമായ ഓൺലൈൻ പാർലമെന്റോട് ഭൂഷ പാർലമെന്റ് ആണെങ്കിലും ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കേണ്ടത് നല്ലൊരു സ്പേസ് ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിലുണ്ട്. അങ്ങനെയാണ് ആ പാർലമെന്റ് പ്രവർത്തിച്ചു പോകുന്നത്. മനുഷ്യത്വത്തിന്റെ ആവശ്യകത
ഉണ്ടാക്കാൻ ജനങ്ങളില്ല പുറത്തു നടക്കുന്ന സമരങ്ങളുടെ കരുത്ത് പാർലമെന്റിനകത്തേക്ക് വിന്യസിക്കാൻ കേൾപ്പുള്ള പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇടതുപക്ഷം ഉൾപ്പെടെ പാർലമെന്റിൽ നല്ല നിലയിട്ടാൽ അതിന് കൂടിയാണ്. നിങ്ങൾ ഈ നരേന്ദ്രമോദിയുടെ ഒരു ദശാബ്ദത്തിലെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നോക്കൂ. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മനുഷ്യരെ നോക്കുന്ന ചർച്ച നടന്നിട്ടുണ്ടോ? ആരുടെയും സംവാദം ഉണ്ടായിട്ടുണ്ടോ? പാർലമെന്റ് സംവിധാനത്തിൽ നടന്നില്ല. രണ്ട് സഭയിലെ അധ്യക്ഷന്മാർ അവർക്ക് പ്രധാന പങ്കുവയ്ക്കുന്നുണ്ട് പൂർണ്ണമായി. അതിന് തർക്കമില്ല. ഇവർക്ക് വലിയ ഭൂരിപക്ഷം പ്രതിപക്ഷമില്ല. അപ്പൊ ഇവരെന്താ പറയുക? നരേന്ദ്രമോദി എന്തെങ്കിലും പ്രസംഗിക്കും, അപ്പം തന്നെ വിജയിക്കും. പിന്നെ കുറച്ച് സമയം ബാക്കിയുണ്ടെങ്കിൽ അനുസരിച്ചത് അതിനും കഴിയുള്ളൂ. പിന്നെ ചർച്ചയില്ല, ഒന്നുമില്ല, വെറും കയ്യടി മാത്രം, ആ ഇന്ത്യൻ മാത്രം. അതൊന്നും മാത്രമാണ് അതിന് ഘടനയുമായിരിക്കുക. അപ്പൊ അങ്ങനെ വളരെ കൃത്യമായ അജണ്ട. ഒന്നാമത്തെ സമയത്ത് ഈ മുസ്ലിം ഇത്തവണ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, അതാണ് അന്നത്തെ ഒന്നാമത്തെ കാര്യം. അതിന് ഭരണഘടന ഭേദഗതിയല്ലേ? ഭേദഗതിയുണ്ട്. ആ ഭേദഗതിയുള്ള ഭൂരിപക്ഷം ഇന്ത്യയുടെ ലോക്സഭയിൽ ഇപ്പോ BJPക്ക് ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. എന്താ അതിന് മുൻഗണന? അപ്പോൾ തർക്കം വന്നാലോ ആ പാർലമെന്റ് സെഷനിൽ ആരോഗ്യകരമായ ഒരു ചർച്ചയുണ്ടല്ല. നോക്കൂ, നിങ്ങൾ പാർലമെന്റ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോ BJP ഭൂരിപക്ഷം ഉള്ളപ്പോ എങ്ങനെ ഉപയോഗം ചെയ്തോ, മറ്റൊരു രൂപത്തിൽ ഭൂരിപക്ഷം ഇല്ലാത്തപ്പോ അവരെന്നെ മാറ്റിക്കൊണ്ടുപോകണം. വളരെ കൃത്യല്ലേ? ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത്, ഭരണവൈകല്യങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് എന്ന് ഉറപ്പാക്കാൻ മറ്റു ചില കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നു തീവ്ര ഹിന്ദുത്വം. അതാണ് അവരുടെ രീതി. BJP സംസ്ഥാനങ്ങളിലും ഒന്നിനും ഒന്നായി ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ, യൂണിഫോം സിവിൽ കോഡ് ഭൂരിപക്ഷം BJP എല്ലാ സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കാനുള്ള ശ്രമം ചിലർക്ക് പ്രഖ്യാപിച്ചു. പിന്നെ മുസ്ലിങ്ങളുടെ പീഡിയന്റെ ബോർഡിൽ ഹിന്ദുവിന്റെ കട, മുസ്ലിമിന്റെ കട, അവരുടെ വെള്ളക്കാരെ എഴുതിച്ചു. മുസ്ലിമിന്റെ വെള്ളം, ഹിന്ദുവിന്റെ വെള്ളം റെയിൽവേ സ്റ്റേഷനിൽ പകരം ഉത്തരാഖണ്ഡിൽ തീർത്ഥാടനത്തിന് പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ബോധിച്ചില്ല. അവിടെ ധ്രുവീകരണം. ആസാമിൽ മുഖ്യമന്ത്രിയുണ്ട്. എത്ര നിയമങ്ങളെ പാസാക്കി? മുസ്ലിം വിരുദ്ധമായ നിയമങ്ങളുടെ എത്ര നിയമങ്ങളെ പാസാക്കി? 32% മുസ്ലിമുണ്ട്. ബീഫ് ചെയ്തോളൂ ഇപ്പൊ തന്നെ ഉടനെ. ചരിത്ര പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് വേറൊരു കാര്യം കൂടി കാണുന്നുണ്ട്. അദ്ദേഹം ഈ BJPയിലെ എത്തുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ PCC പ്രസിഡന്റായിരുന്നു. അവിടുത്തെ സുധാകരനായിരുന്നു. അദ്ദേഹം BJP മുഖ്യമന്ത്രിയായിട്ടുള്ള ഗുണാഭ്യന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. രാജസ്ഥാനിലെ നിയമം മതപരിവർത്തന വിരുദ്ധ നിയമമാണ്. ആദ്യമായിട്ട് മതം പറഞ്ഞെങ്കിൽ 6 മാസം മുമ്പ് ജില്ലാ കളക്ടർ അങ്ങനെ നോട്ടീസ് മതം മാറ്റണേ. ജില്ലാ കളക്ടറെ കണ്ട് 6 മാസം മുമ്പ് നോട്ടീസ് കൊടുത്ത് അതിന്റെ ശേഷം അദ്ദേഹം അന്വേഷിച്ച് പിടിച്ച് അനുവാദം കിട്ടിയാൽ മാറാം. ഇനി അഥവാ ഒരു അർജന്റീന പറയാൻ അപ്പൊ തന്നെ ജയിലും. 10 കൊല്ലം മുതൽ 20 കൊല്ലം വരെ ജയിച്ചിട്ടാൽ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി വാങ്ങുകയും നമ്മൾ കല്യാണം കഴിക്കാൻ ആരംഭിച്ചാൽ അതിന് അനുവദിക്കണം. ഉത്തർപ്രദേശിൽ ജില്ലാ കളക്ടർ ഒരാൾ മുസ്ലിം ഒരാൾ ഹിന്ദു ആണെങ്കിൽ വിശ്രമിക്കാൻ പറ്റില്ല. ആരെടുത്തിട്ട് അതിന്റെ അനുവാദം കിട്ടിയോ? എങ്ങനെയാണ് BJP കൊണ്ടുണ്ട്? പ്രതിയായ ശിക്ഷിക്കും. വിചാരണ അല്ലേ? ഡെമോക്രസി അതല്ലേ? വേണ്ട പ്രശ്നം. ഇവിടെ എന്താണ് പ്രതി മുസ്ലിം ആണെങ്കിൽ വീട് അടിച്ചു പോയിക്കുന്ന സുപ്രീം കോടതി ചെയ്യുന്നത് നിർത്തിയോ? ഞാനിവിടെ ഒരു ഇടത്തരക്കാരനായ മനുഷ്യൻ അലീഗഡിനടുത്ത് അലഹബാദിനടുത്ത് വളരെ ഇടത്തരക്കാരനായ ഒരു മുസ്ലിം സുഹൃത്തിന്റെ വീട് അടിച്ചു പൊളിച്ചതിന്റെ വാർത്ത വച്ചു. ഇത്ര ദയനീയമായ അവസ്ഥ പോകും. നാം ജീവിക്കുന്ന സ്വതന്ത്ര വ്യക്തിയിൽ ഇങ്ങനെ സംഭവിക്കുമോ? കടന്നാക്രമിക്കുന്ന വീടിൽ ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ വീട് രാത്രി അടിച്ചു പൊളിച്ച് പപ്പടാക്കി പുതിയ വീട്ടിൽ എന്താ സ്ഥിതി? ഒരു വീടാണ്, ഒരൊറ്റപ്പെട്ട സംഭവമാണ്. ഏത് ഭരണഘടനാണ് ചോദിക്കുന്നത്? ഏത് നിയമങ്ങളാണ് ചോദിക്കുന്നത്? ഭൂരിപക്ഷം ഇന്ത്യയിലാണ്. ഒരു കാര്യം ഓർക്കുക, ഇവിടെ പിണറായി വിജയൻ ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത് എന്ന് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. ജനങ്ങളോട് പറയുക. എന്തൊരു അവസ്ഥയാണ് ഇന്ത്യക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യനെയും ഓരോ ഗ്രാമത്തെയും വർഗീയമായി ചെയ്തിരിക്കുന്ന ഇന്ത്യയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതിന് ഭരണകൂടം നേതൃത്വം നൽകുന്ന ഇന്ത്യയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതിന് കോർപ്പറേറ്റ് മുതലാളിമാർ
പിന്തുടരുന്ന ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. അതിന് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ന്യായം കണ്ടെത്തുന്ന ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. ഇത് അനുവദിക്കുകയില്ല എന്ന് പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വേണമെന്ന് ഏറ്റവും കൂടുതൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചരിത്ര മുഹൂർത്തങ്ങളിലൂടെയാണ് നാം കടക്കുന്നത്. എത്ര വലിയ ദൗത്യമാണ് CPM ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നമ്മൾ ബോധ്യപ്പെട്ടു. അതിന്റെ മണവാള സാമ്പത്തികമാണ് എല്ലാ വിശേഷങ്ങളും ഞാൻ പോയി നോക്കും. എവിടെയെങ്കിലും ഒരു സാമ്പത്തിക ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് വിവരപ്പെടണം. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തണം. ഏതെങ്കിലും ഉത്പാദന മേഖലയിലാണ് ഇപ്പോൾ അടിസ്ഥാന വ്യവസായം കോർ ഇൻഡസ്ട്രി വളർച്ച പല സന്ദർഭങ്ങളിലും മൈനസിലോട്ടിരിക്കുമ്പോൾ അപ്പോൾ ഉത്പാദന മേഖല ആകെ നടന്നുണ്ട്. കാർഷിക മേഖല വലിയ കാർഷിക പ്രതിസന്ധിയാണ്. ഉത്പാദന ക്ഷമതാ വർധനവോ ഏറ്റവും കുറവാണ്. സേവന മേഖലയാണ് ലാഭം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കേണ്ടതാണ്. മറകോട്ട് പ്രവർത്തിക്കൊണ്ടിരിക്കുക. ഏത് മേഖലയും കൃഷിക്കില്ല, വ്യവസായത്തിനില്ല, വ്യവസായത്തിൽ തന്നെ കോർ ഇൻഡസ്ട്രിയിലില്ല, സേവന മേഖലയിലില്ല. എവിടെ നമ്മുടെ സാമ്പത്തിക സുരക്ഷ ഒരു മേഖല 8% മുകളിൽ ഞങ്ങൾക്ക് GDP വളർച്ച ഉണ്ട് എന്നേ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ മക്കളൊക്കെ 8% ഒന്ന് ഈ GDP വളർച്ചയുടെ ഗുണം സാധാരണക്കാരന് കിട്ടുന്നില്ല. വലിയ കേന്ദ്രീകരണം അല്ലാതെ കേന്ദ്രീകരണമാണ്. കുത്തക മുതലാളികളുടെ കയ്യില് അങ്ങനെ ചെന്നെത്തുകയാണ് പണം. വലിയ കേന്ദ്രീകരണം. 1% ഇന്ത്യൻ ലോകത്തങ്ങനെയാണ്, ഇന്ത്യയിൽ അങ്ങനെ തന്നെ എന്റെ കയ്യിൽ വലിയ കേന്ദ്രീകരണം നടത്താൻ. രൂപീകരിക്കപ്പെടുന്ന സമ്പത്തിന്റെ 25% അപ്പപ്പോ 100 വലിയ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിൽ തന്നെ ചെന്നിട്ടുണ്ട്. ആദ്യം 400 അപ്പപ്പോ ചെയ്യാം. വലിയ മുതലാണ് ഇവര് ഈ നയം നടപ്പിലാക്കുന്നത്. എവിടെ GDP 8%. ഇപ്പൊ ഈ മാസത്തിൽ ചൂണ്ടിക്കാണിച്ച് 5.2% കുറഞ്ഞു. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന് മികച്ച ഒരു വളർച്ച ഉണ്ടാവണമെങ്കിൽ 12% GDP വളർച്ച വേണം. അമേരിക്കയ്ക്ക് 2 മതി. അത്രയും വലിയ ഇക്കണോമിയാണ്. ഇവിടെ 12 വേണം. എന്നാലും കൂടെ സാധാരണക്കാർക്ക് ചെറുതൊന്നും കിട്ടും. അത് 8% ലോകത്തെ ഏറ്റവും മികച്ചതുണ്ട്. ഇപ്പൊ അത് കുറഞ്ഞ് 5.2%. പണപ്പെരുപ്പ് നിരക്ക് 4%-ലെങ്കിലും നിർത്തണം. ഇപ്പൊ എത്രയാ? 5.6 5.7 പണപ്പെരുപ്പ് നിരക്ക് കൂടുന്നു. GDP വളർച്ച പിടിച്ചിരിക്കുന്നു. എല്ലാ ഉത്പാദന മേഖലയും തകർന്നിരിക്കുന്നു. രൂക്ഷമായിട്ടുള്ള ലോകത്തെ 25-15 വയസ്സിനും 60 വയസ്സിനും കിടന്ന പ്രായമുള്ള ഏറ്റവും കൂടുതൽ അധ്വാനിക്കാൻ കഴിയുന്ന ആളുകളുടെ രാജ്യമാണ് ഇന്ത്യ. അവരുടെ തൊഴിലായ്മ വളർച്ചിരിക്കില്ലേ? 23% ആ യുവാക്കൾക്ക് തൊഴിലായ്മ. വലിയ വർധനത്തിലേക്ക് സംഭവിച്ചിരിക്കുന്നത്. ഈ തൊഴിലിന് വേണ്ടിയിട്ട് സംഘടിത മേഖലയിലല്ലേ എവിടെയെങ്കിലും തൊഴിലൊന്നുമില്ലാതെ തൊഴിലില്ല. അപ്പൊ പൂർണ്ണമായി ദുർബലപ്പെട്ടു. വളർച്ച മുരടിച്ചു. ജീവിക്കാനാവില്ല. ലക്ഷക്കണക്കിന് മനുഷ്യർ അവനവൻ താമസിക്കുന്ന നാട്ടിൽ നിന്ന് കുടുംബങ്ങളെയും എടുത്ത് ഇന്ത്യയിലെ വിദൂര പ്രദേശങ്ങളിലേക്ക് അങ്ങനെ നാട് വിട്ടുപോവുകയാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഗ്രാമത്തിൽ പോലും അങ്ങനെ കടന്നു വന്ന 100 മനുഷ്യരുണ്ട്. 7 മണി കഴിഞ്ഞ് വഴി ചോദിച്ചാൽ കേരളത്തിൽ വഴി പറഞ്ഞു തരുന്നത് സ്വന്തം ഗ്രാമത്തിൽ നിന്ന് വിട്ടുവന്ന ഒരു പ്രവാസ തൊഴിലാളിയാണ്. ആ നിലയിൽ നാട് വലിയ തോതിൽ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇതാണ് പക്ഷെ ഈ ഇന്ത്യൻ അവസ്ഥയിൽ ആയിരിക്കണം അവിടെ അവതരിപ്പിക്കുന്ന കാര്യം. ഈ ഇന്ത്യൻ അവസ്ഥയിലും ഇന്ത്യൻ പുസ്തക മുതലാളിയുടെ ലാഭത്തിൽ ഒരു കുറവുണ്ടായില്ല. നമുക്കൊക്കെ കാര്യമില്ല. ഗവൺമെന്റ് ആണെങ്കിൽ മുൻഗണന കൊടുക്കുമ്പോൾ പാവങ്ങളുടെ ഭാഗത്ത് ഒട്ടിക്കുറയ്ക്കാം. ഞാൻ കൂടുതൽ കാര്യം ചോദിച്ച വാർഷിക നോക്കും. ഫെർട്ടിലൈസർ സബ്സിഡി 62,000 കോടി വെട്ടിക്കുറച്ചു. ഫുഡ് സബ്സിഡി ഏതാണ്ട് 55,000 കോടി വെട്ടിക്കുറച്ചു. വിദ്യാഭ്യാസ സബ്സിഡി വെട്ടിക്കുറച്ചു. പിന്നെ വീടുകളുണ്ടാക്കുന്ന ധനസഹായം വെട്ടിക്കുറച്ചു. പിന്നെ ആരോഗ്യ സബ്സിഡി ആരോഗ്യ മേഖലയിൽ നീക്കിയിരിപ്പ് വെട്ടിക്കുറച്ചു. ഇന്ത്യയിൽ 86,000 കോടിയാണ്. 41,000 കോടി കയ്യിലെടുത്ത കണം കിട്ടാണ്ട് ബാക്കി 45,000 കോടി ഉണ്ടാവുക. അതുകൊണ്ട് എത്ര സമയം കൊടുക്കും? എവിടെയാണ് ഈ നമ്മുടെ ജീവിതത്തിന്റെ 2 മുട്ടാൻ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട മനുഷ്യന് സമാശ്വാസത്തിന്റെ ഒരു ചെറിയ അംശം പകർന്നെടുക്കാനുള്ള ഒരു കേന്ദ്ര ഭരണം ഇവിടെ ആരെയും പറഞ്ഞെടുക്കുന്നു? കുറെ പത്രക്കാരില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കല്ലേ? ഒരക്ഷരം ഒരു രാജ്യത്തിന്റെ തകർച്ചയാണ് കൺമുമ്പിൽ നടക്കുന്നത്. ഒരു സംസ്കാരത്തിന്റെ തകർച്ചയാണ് കൺമുമ്പിൽ നടക്കുന്നത്. ഒരു ജനത ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മഹാപരിമം അതിനാണ് കളങ്കമേറ്റിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ RSS സംഘപരിവാർ പ്രാകൃതർ
എത്ര മോശമായിരിക്കുന്നു എന്നുള്ള ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നടത്തുക. അപ്പോ സാമ്പത്തിക മേഖലയിൽ ഈ സോഷ്യൽ സെക്ടറിന് വേണ്ടി നീക്കിയിട്ടുണ്ട്. സാധാരണ വികസിത പിന്നെ നമ്മുടെ 21 വികസിത രാജ്യങ്ങളുടെ പട്ടികയുണ്ട്. അതിൽ 21% സാമൂഹ്യ മേഖലയ്ക്ക്, ഈ ഇന്ത്യയിലോ 7% ഗണിതത്തിക്കൂല. എന്നിട്ട് ഒരു 15,000 രൂപ മറ്റേ നമ്മളെ അതിന്റെ ലൈഫ് കൂടുന്നല്ലേ അതിന് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് ഒരു 15,000 വാങ്ങിയാൽ നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കണം. 4 ലക്ഷം കൊടുത്ത പിണറായി വെക്കണ്ട, 15,000 കൊടുത്ത നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കണം. BJP-ക്കാർ വീട്ടിലൊന്നും ചിത്രം അതാ എങ്ങനെ പാവങ്ങളോട് ഇങ്ങനെ മോശമായി തീരുമാനം കഴിയുക? അത് വർഗീയവാദിക്കാൻ കഴിയും. അവർക്ക് മനുഷ്യത്വം, അവർക്ക് മാത്രമേ ഇങ്ങനെ ജനങ്ങളോട് പെരുമാറാൻ കഴിയൂ. വർഗീയ ഭരണത്തിന് മാത്രമേ, തീവ്ര ഹിന്ദുത്വത്തിന്റെ പ്രാകൃത മൂല്യബോധത്തിന് മാത്രമേ ഇങ്ങനെ ജനവിരുദ്ധമായി പെരുമാറാൻ കഴിയൂ. സാധാരണക്കാരനെതിരെ പെരുമാറാൻ കഴിയൂ. കോർപ്പറേറ്റ് ഉള്ള ലാഭം എല്ലാവർക്കും കൊടുത്തിരിക്കുക, ചിന്തിക്കാൻ കഴിയില്ല. അതായത് മുതലാളിക്ക് പോർട്ടിന്റെ 33%, തുറമുഖത്തിന്റെ കാളുകണക്കിന്റെ അല്ല, തുറമുഖത്തിന്റെ 33%, എത്ര ലക്ഷം കോടിയാ അങ്ങോട്ട് കൊടുത്തിരിക്കുക. എയർപോർട്ട് 25%, ഒറ്റ മുതലാളിക്ക. സിമന്റ് വ്യവസായം 20%, അതായത് മാത്രമാണ്. കൽക്കരി അതിന്റെ ഇറക്കുമതിന്റെ അവകാശം, അത് വിൽക്കാനുള്ള അവകാശം, ഇപ്പൊ ആദിവാസികളെ ആട്ടി പുറത്താക്കിയിട്ട് അത് കുഴിച്ചെടുക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ട് അതായിരിക്കാം. എന്താ സ്ഥിതി? ലോകത്തെവിടെയുണ്ടോ? ലോകത്തെവിടെയും കോർപ്പറേറ്റ് മുതലാളിക്ക് ഇത്രയേറെ സൗജന്യങ്ങൾ ഒരു ഭരണകൂടം അനുവദിച്ചു നൽകിയ ഒരു രാജ്യമില്ല. പ്രകൃതിയെ ചൂഷണം ചെയ്തോ, മനുഷ്യാധ്വാനത്തെ ചൂഷണം ചെയ്തോ, പാവപ്പെട്ടവന്റെ പോക്കറ്റിന്റെ അവസാനത്തെ പണവും കൊള്ളയടിച്ച് പോക്കറ്റടിച്ച് വയ്ക്കോ എന്ന് പറഞ്ഞ് അതിന്റെ മുകളിൽ തൃശ്ശൂരും വെച്ച് ഭജനയും പാടി പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് മനുഷ്യനെ നയിക്കാൻ, പാവങ്ങളെ നയിക്കാനുള്ള പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് ലോകത്തോട് പറയാൻ, ജനങ്ങളോട് പറയാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇന്നത്തെ ലോകം, ഇന്നത്തെ ഇന്ത്യ. എല്ലാവർക്കല്ലേ ഞാൻ കൂടുതൽ വിശ്വാസങ്ങളിലേക്ക് പോകുന്നില്ല. വല്ലാത്തൊരു ദുരിതകാലത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുക. അപ്പോ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളിൽ നല്ല ചിന്ത നമുക്കുണ്ടാവണം, ഗൗരവമേറിയ പഠനങ്ങളുണ്ടാവണം. ഇതിന്റെ പ്രതിഫലത്തിലേക്ക് ജനങ്ങൾക്ക് ആത്മവിശ്വാസം. ഈ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളാകെ ഭരണകൂടത്തെയും ഭരണ സംവിധാനത്തെയും അവിശ്വസിക്കുന്ന ഒരു ഇന്ത്യക്ക് നിലനിൽക്കുന്നത്. ഒരു പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിത് അത് ഉദ്ഘാടനം ചെയ്യാൻ ഒരു പ്രധാനമന്ത്രി പോകുന്നിടത്ത് എന്ത് ആത്മവിശ്വാസമാണ് മതനിരപക്ഷത്തിനുണ്ടാവുക? എങ്ങനെയാണ് സെക്കുലർ ലോകം ഇന്ത്യയിൽ തന്നെ എന്തൊരു ജീവിതം നമ്മൾ ഉള്ളിൽ അവസാനിച്ചോ? അന്ന് അങ്ങനെയൊക്കെയുള്ള പ്രസംഗം ഒരു തവണ നമ്മളത് ചെയ്താൽ പിന്നെ പുറത്തുനിന്നില്ല. ആ ഒരു വേണ്ടിയിട്ട് വിളിച്ചു, അതൊന്നും പ്രശ്നപ്പെട്ടു. അത് വിചാരിച്ച കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് കോൺഗ്രസിൽ വിചാരിച്ചിട്ടുള്ളൂ. അതല്ല പൊളിച്ചത്, കോൺഗ്രസ് പ്രധാനമന്ത്രി ആ ചെല്ലേണ്ടി അങ്ങനെ പറയാ. ഏത് ബിജെപിക്ക് മര്യാദ ഉണ്ടാവും, RSSന് മര്യാദ ഉണ്ടാവും, ഉണ്ടാവില്ലോ. അവരൊന്നും പാർട്ടി അംഗീകരിച്ചില്ല, ഭരണഘടനയൊന്നും അംഗീകരിച്ചില്ല. ഇപ്പൊ ഭരണഘടന കൈ പിടിച്ചു നരേന്ദ്രമോദി. അപ്പൊ ആ ഭരണഘടനയ്ക്ക് നോക്കിയപ്പോൾ അതിന്റെ സോഷ്യലിസം ഇല്ല, മറ്റേ സെക്യുലറിസം ഇല്ല. മതനിരപേക്ഷതയും സോഷ്യലിസവും എഴുതാത്ത പേരില്ലാത്ത ഒരു ഭരണഘടന കൈ പിടിച്ചിട്ടാ ബിജെപിക്ക് നടക്കുന്നത്. ഞങ്ങളുടെ കയ്യിലെ ഭരണഘടന കണ്ടോ തുറന്നു നോക്കിയാൽ മനസ്സിലാവുന്നു. ഈ ഇന്ത്യയിലുള്ള ഭരണഘടനയുള്ളത് ഒരു ദേശം പല ഭരണഘടനയാണ്. അവരങ്ങനെയാണ്. ന്യൂനപക്ഷ അവകാശം BJP അംഗീകരിച്ചിരുന്നു, കൊണ്ടംഗീകരിച്ചിരുന്നു, ഗവൺമെന്റ് അംഗീകരിച്ചിരുന്നു. എത്ര വലിയ സംവാദങ്ങളും തർക്കങ്ങളുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ. ന്യൂനപക്ഷ അവകാശങ്ങൾ, അവരുടെ പ്രത്യേക പരീക്ഷ എന്നത് ഉറപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഈ BJP നടത്തിയിട്ടുള്ളത്. BJPക്കാരെ അവിടെ നിന്ന് പുറത്ത് 1 ലക്ഷം RSSകാരെയാണ് തോൽഭാഗത്തിന് ഡൽഹിയിൽ കൊണ്ടുവന്നത്. പിന്നെ ബോംബെയിൽ 1 ലക്ഷം സവർക്കർ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഓരോ ഇന്ത്യയിലും മതനിരപേക്ഷ ഇന്ത്യൻ സ്വഭാവത്തെ നിശ്ചിതമായും ക്രൂരമായും വിമർശിച്ചിട്ടായിരുന്നു BJP. അതുകൊണ്ടാണ് അവർക്ക് നെഹ്റുവിനോടുള്ള വിരോധം. ഇപ്പോഴും നോക്കുന്നത് ഇപ്പൊ സെക്യുലറായി ചിന്തിക്കുന്നവരെ, പുരോഗമനപരമായി ചിന്തിക്കുന്നവരെ അംഗീകരിക്കില്ല എന്നുള്ള സമീപനമാണ്. വർഗീയവാദിയാണെങ്കിൽ നിങ്ങൾ ഭീഷണാശാലിയാകും എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജീവിക്കേണ്ടി വരുന്നതിന്റെ കാര്യം ആലോചിച്ചു. വർഗീയവാദി ഭീഷണാശാലിയാകും. ഇതൊക്കെ എണ്ണിയെടുക്കാൻ കഴിയും. ഈ വർഗീയവാദികളുടെ 10 ഭീഷണാശാലിയെ ഒരിക്കലും അതില്ല. അത് മനുഷ്യകുലത്തിന്റെ പ്രത്യേകത. ഇപ്പൊ നോക്കൂ,
ന്യൂനപക്ഷത്തിന് ഈ ഒരു സ്ഥിരീകരിച്ചാൽ എങ്ങനെ രാജ്യം നിൽക്കും? ഇപ്പൊ ഒരു പള്ളി നിൽക്കണോ? ഏത് സുപ്രീം കോടതി അനുസരിച്ച് വിധി വന്നു. തൽക്കാലം ഭാഗ്യത്തിനൊന്ന് സ്റ്റേ ചെയ്ത് ജനങ്ങളെ ജീവിക്കാൻ പറ്റും. ആൾക്കാരാണ് ഒന്നും കൂടെ ഒന്ന് അളന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞോടുകൂടി ഉത്തർപ്രദേശിലെ ജില്ലാ ജഡ്ജിമാരുള്ള ആക്കാൻ വിളിക്കും. ജില്ലാ ജഡ്ജിമാരെ അത് വക്കീല് ആ പള്ളിയിൽ പോയി അളന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം കഴിഞ്ഞിട്ട് അളക്കണ്ടോ, എന്നിട്ട് അതിന്റെ അടിയിൽ പള്ളിയിട്ടോ നോക്കണ്ടോ ഒക്കെ പറയാം. ഒരു വക്കീലിന് രാവിലെ 10 മണിക്ക് കൊണ്ട് വൈകുന്നേരം 5 മണിക്ക് വക്കീൽ വന്ന് തീരുമാനിക്കേണ്ടാണ് ഈ കാര്യം. ഒരു പള്ളിയിൽ തുടങ്ങി 3 പള്ളിയിലെത്തി 30 പള്ളിയെ കുറിച്ച് പറഞ്ഞ് 30,000 പള്ളി പൊളിക്കണം എന്ന അജണ്ടയുമായി സംഘപരിവാറിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ നാടിനെ തകർത്തുകൊണ്ടിരിക്കുക. തീവ്രമൊഴുകിയെന്ന എവിടെ എത്തിക്കും? മണിപ്പൂരിൽ നോക്കൂ, 2 ഭാഗത്തുള്ള സംഘർഷം. മോഹൻ ഭഗവത്ത് ഇന്ത്യയുടെ സർസംഘചാലക് ആർഎസ്എസിന്റേതായപ്പോ അദ്ദേഹം എടുത്ത ആദ്യ തീരുമാനമാണെന്ത്? വടക്ക് കിഴക്കൻ മേഖല പിടിക്കണം. ഞാൻ അതിന്റെ വിശംസങ്ങളിലേക്ക് മാസ്റ്റർ പ്ലാനാണ് ആർഎസ്എസിന്റെ. മോഹൻ ഭഗവത്തിന്റെ ആത്മജീവനിൽ ഒരാളുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് മോഹൻ ഭഗവത്തിന്റെ വടക്ക് കിഴക്കൻ അജണ്ടയെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നുണ്ട്. എങ്ങനെ തയ്യാറാക്കിയത്? അതിന്റെ ഭാഗമാണ് ആസാം, അതിന്റെ ഭാഗമാണ് ത്രിപുര, അതിന്റെ ഭാഗമാണ് മണിപ്പൂർ. ഓരോന്ന് കോർപ്പറേറ്റ് ധനം, RSS കരുത്ത്, സംഘടനാ ബലം, അതിലൂടെ വലിയ പണവിന്യാസം. അങ്ങനെ ആ ഒരു മേഖലയിൽ കുറച്ച് ആദിവാസികൾ ക്രിസ്ത്യാനികളായിട്ടുണ്ടാവുന്നതിനൊക്കെ കണക്ക് കൂട്ടി വലിയ കണക്കൊക്കെ മതപരമായ കണക്കിലാണ്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം മതത്തിന്റെ ക്രിസ്ത്യൻ ഏരിയയുണ്ട്, അതൊക്കെ ഒരു കണക്ക് കൂട്ടിയിട്ടുണ്ട്. അവിടേക്കൊക്കെ തയ്യാറാക്കിയ പദ്ധതിന്റെ ആവശ്യത്തിന് കോർപ്പറേറ്റുകളിൽ നിന്ന് 10,000 കോടി രൂപ ഭരണത്തിന്റെ മേധാവിത്വം, കേന്ദ്ര ഭരണം ഇതൊക്കെ ഉപയോഗിച്ച് ഈ പാവം ആദിവാസിയെ വർഗീകരിക്കേണ്ട കാര്യമുണ്ടോ? മരത്തിനെ ആരാധിക്കുന്ന ആദിവാസികളെ ആ മരത്തിനെ കൊണ്ട് ചൂടുപൂടി കൊണ്ടിട്ട് ആരാധിക്കുന്ന പറയണേ പൈസ കൊടുത്തിട്ട്. അവസാനത്തായി യുദ്ധസമാന അന്തരീക്ഷം കൊടുത്തില്ല. ഒരു റോഡിന്റെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുമോ? റോഡിന്റെ ഇപ്പുറത്തെ അപ്പുറത്തുനിന്ന് അടുത്തുള്ള റോഡിൽ 4 സൈന്യത്തെ കൊണ്ട് വെച്ചിരിക്കുക. ഇന്ത്യൻ പട്ടാളം, പാരാമിലിറ്ററി ഫോഴ്സ്, ആസാം റൈഫിൾസ്, CRP, ഇങ്ങനെ പലരും 4 പട്ടാളത്തിന് അടുത്തിട്ടില്ല. ഒരു സംസ്ഥാനത്തിനകത്തെ BJP ഭരണം നടക്കുന്നുണ്ട്. അപ്പുറത്ത് കിടക്കാൻ പറ്റില്ല. കടന്ന കൊന്നുകളിൽ മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും വലുത് മൃഗീയത മനുഷ്യഭാവമാകുന്നു. എന്നാൽ സംഘപരിവാർ ഭരണത്തിൽ മൃഗീയതയാണ് മനുഷ്യഭാവമാകുന്നത് എന്നത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെ അപകടത്തിൽപ്പെടുത്തുന്നു. ഹിന്ദുത്വ വർഗീയത എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഘടകം അത് മുറിച്ചു കിടക്കണം. അതിപ്രധാനമാണത്. ഇങ്ങനെ കൊണ്ടുവരുത്തിരിക്കുക. എങ്ങനെയാണ് നാടുകൾ മുന്നോട്ട് പോകുന്നത്? ഇതിനെ മുറിച്ചു കിടക്കണ്ട. ഇതിനെ മുറിച്ചു കിടക്കാനുള്ള സാധ്യതകളെയാണ് നമ്മുടെ പാർട്ടി കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനമാണ് CPI നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ നമ്മൾ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവാൻ, ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാക്കി നമ്മൾ ആ പങ്ക് നിർവഹിച്ചു. നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് ചില സ്ഥലത്തുണ്ട്. പക്ഷെ എന്നാലും എല്ലാ മതേതര ശക്തികളെ ഒന്നിപ്പിക്കുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ ഒന്നിപ്പിച്ചെടുക്കുന്നതിൽ നല്ല പങ്ക് നമുക്ക് നിർവഹിക്കാൻ പറ്റും. കഴിഞ്ഞ നമ്മുടെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ ലൈൻ അതിലൊന്നാമത്തെ വാചകം അതിലൊന്നാമത്തെ വാചകം BJP അധികാരം നഷ്ടമാക്കുന്നുണ്ട്. അതില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ല എന്ന തിരിച്ചറിയുന്നതാണ് രാജ്യസ്നേഹമാണ്. ആ രാജ്യതാൽപര്യപരമായ ആമുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പാർട്ടി നടത്തിയ നല്ല ഇടപെടൽ എല്ലാവരും പലരും ഒന്നിച്ചിരിക്കാനെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളാണ്. എല്ലാവരും ഒന്നിപ്പിക്കാൻ അതിലൂടെയാണ് BJPക്ക് സ്വന്തം ഭൂരിപക്ഷമില്ലാത്തൊരു സാധ്യതയും സൃഷ്ടിക്കപ്പെട്ടത്. നല്ലതില്ല, അത് നല്ല നിലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം BJP അംഗീകരിക്കും. നമ്മളെ കഴിഞ്ഞ നമ്മുടെ സമ്മേളനം പറഞ്ഞു പ്രാദേശിക പാർട്ടികളുണ്ടെങ്കിൽ അവരെ ആകെ ഈ BJP വിരുദ്ധ സഖ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇന്നത്തെ ഇന്ത്യയിൽ BJPക്ക് എത്തിക്കാൻ പറ്റും. അതിന് പിന്നെ പ്രാദേശിക പാർട്ടികളുണ്ട്. കോൺഗ്രസ് ഉണ്ടെങ്കിലും BJP പറ്റില്ല. ഇവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടില്ല. നാട്ടിൽ കുറച്ച് ആൾക്കാർ കുറച്ച് ലീഗുകളുണ്ട്. ഇതിങ്ങനെ പറഞ്ഞു എന്ത് കോൺഗ്രസ് തട്ടിപ്പും BJP ഏതുകൊണ്ട് എല്ലാവരും കൂടി കൂടിയാൽ തന്നെ അതിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പൊ കോൺഗ്രസിന് പറ്റുന്നത് പറ്റില്ല. പ്രാദേശിക പാർട്ടി വേണം. നല്ലൊരു മത്സരം നമ്മൾ നടത്തി പ്രാദേശിക പാർട്ടികളുടെ പേര് നന്നായി യോജിപ്പിച്ചു. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷേ BJP നോക്കൂ,
ഈ പ്രാദേശിക പാർട്ടികളൊക്കെ രണ്ടാക്കാനും പരിപാടി നോക്കിയോ? അജിത് പവാറിന്റെ പാർട്ടി 2 മീറ്റർ, നമ്മുടെ പിന്നെ അവിടെ തന്നെയുള്ള ശിവസേന അതിന് 2 മീറ്റർ. ഓരോ സ്ഥലത്തും ആ പിന്നെ ബീഹാറിൽ ഉണ്ടായി വന്നായിരുന്നു സോഷ്യലിസ്റ്റ് ഐക്യം, അതിനെ 2 ഓരോ പ്രദേശത്തും അതിനെ ചുണ്ടിപ്പിടിക്കും. സെക്കുലറായ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നതിനെ ദുർബലപ്പെടുത്തും. ഇപ്പൊ തന്നെ 2 പ്രാദേശിക പാർട്ടികളെ പിടിച്ചിട്ടല്ലേ ഈ ഭൂരിപക്ഷം പിടിച്ചിരിക്കുന്നു. അവരുടെ പണമുണ്ട്, അധികാരമുണ്ട്, RSS ഉണ്ട്, കോർപ്പറേറ്റ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കുന്നെങ്കിൽ അവരാ പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കാര്യം ഉറപ്പാക്കണം, അതിശക്തമായ ബഹുജന മുന്നേറ്റങ്ങൾ BJPയുടെ ദുർനയങ്ങൾക്കെതിരായി നമുക്ക് രൂപപ്പെടുത്താം. ചരിത്രപരമായ ആ ചുമതല നിർവഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റാണ്. അത് പ്രധാനപ്പെട്ട നമ്മുടെ പാർട്ടിയുടെ കരുതരെയും അതിന്റെ ശേഷിയും കേവലം തിരഞ്ഞെടുപ്പുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങളിൽ പലതും പ്രായോഗികമാക്കുമ്പോൾ ഒരു തീരുമാനത്തിന്റെ ലേഖനം കണ്ടെത്തലില്ല. അത് നമ്മുടെ പാർട്ടിയുടെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ടില്ല. വേണ്ടത്ര ആ നിലയിൽ നമുക്ക് കൊണ്ടുവരാൻ ചെറിയ ചെറിയ മുന്നേറ്റങ്ങളിൽ, ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങളിൽ. അപ്പൊ അത് നോക്കുമ്പോ പാർട്ടിക്ക് ഒരു വോട്ടൊക്കെ കിട്ടാനും പറയുന്നില്ല. പണല്ലേ, പണത്തിന്റെ മുൻപിൽ നിന്ന് തെരഞ്ഞെടുപ്പില്ല. പല സംസ്ഥാനങ്ങളിലും ഈ ജയിക്കാൻ എത്ര പൈസ പോകും? ഒരു വോട്ടിൽ 25,000, ഒരു കുടുംബത്തിന് 1 ലക്ഷം പണം കൊടുത്ത് ധനശക്തി വലിയ തോതിൽ നമ്മുടെ ജനാധിപത്യത്തിൽ വർദ്ധിക്കുന്നു, വലിയ തോതിൽ വർദ്ധിക്കുന്നു. എങ്ങനെ കമ്മ്യൂണിസ്റ്റ് കൂട്ടുപിടിക്കുമ്പോൾ ഈയിടെ ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒരാളെ എന്നെ വിളിച്ചു, ഒരു സ്ഥാനാർത്ഥി മുന്നിൽ നിർത്തിയിട്ട് എന്നെ വിളിക്കും. സ്ഥാനാർത്ഥി അടയ്ക്കണം. ഈ സ്ഥാനാർത്ഥി മര്യാദയ്ക്ക് ഭക്ഷണത്തിന് ഒരാഴ്ചയില്ല. നമ്മളെ സ്ഥാനാർത്ഥി ഒന്നും ചെയ്യാനില്ലേ, നല്ല ആത്മാർത്ഥമുള്ള ഒരാളാണ്. ഒരു നേരം ഭക്ഷണം കഴിഞ്ഞാൽ നമ്മളെ സ്ഥാനാർത്ഥി വീട് കയറാൻ പോകും. മനസ്സിലായോ? എന്നെ വിളിച്ചോളൂ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ഈ സ്ഥാനാർത്ഥി ചായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സഹായത്തെ കുറിച്ചുള്ള ഒരു സാധ്യത ഒരാളെ വിളിക്കട്ടെ. ഞാൻ ഇവിടെ പ്രതിപ്രവർത്തിച്ചു. ഞാൻ പറയുന്നത് ഏറ്റവും വലിയ തെളിവായിരുന്നു ആ കർഷക മുന്നേറ്റം, തൊഴിലാളികളുടെ സംഘടന. ആ തൊഴിലാളികളുടെ സംഘടന വേഗത്തിലൊന്നും നടപ്പിലാക്കാൻ പറ്റുന്നില്ല. നല്ല പ്രതിബന്ധമുണ്ട്, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റുണ്ട്, കേവലം ഇടതുപക്ഷ ഗവൺമെന്റായിട്ട് മാത്രമല്ല നിൽക്കുന്നത്. ആ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു കാര്യം കൂടി നോക്കിയില്ല, അത് EMS സംശയമൊന്നുമില്ല. ഒരു ദിവസം കൊണ്ടാണ് ഒരു നിയമനിർമ്മാണത്തിലൂടെ ഒരു ദിവസം കൊണ്ടാണ് 28 ലക്ഷം പരിഷ്കരണത്തിന്റെ ഏറ്റവും വലിയ ചൂടുവെപ്പ് നടത്തിയ ചെയ്തു പോയിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റിന്റെ പേരിലാണോ EMSനെ വിമോചന സമരം വരെ നടത്തി തോൽപ്പിച്ചത്? അതിന് എന്തിനോട് മാധ്യമങ്ങൾ, ഇടതുപക്ഷ മാധ്യമങ്ങൾ, വലതുപക്ഷ അവർക്ക് അവരുടെ വളരെ താല്പര്യമുണ്ട്. പക്ഷേ കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം നോക്കുന്നത് അതൊരു വിസ്മയം തന്നെ. ഇവരെല്ലാവരും കൂടി നടത്തിയ വേട്ടയുടെ ഒക്കെ മോള് കുടിയല് പിണറായി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിലുള്ളത്. എന്തായിരുന്നു ആ ഓട്ടം? ഏതോട്ടം? ഒളിമ്പിക്സിലെ ഓട്ടല്ല. കുറെ പത്രക്കാർ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ ഓടുന്നായിരുന്നു പിടിച്ചത്. മറ്റേ ED ഓഫീസിൽ നിന്ന് ഒരു കാറ് പോകുമ്പോൾ ആ കാറിന് ക്യാമറ പിടിച്ചിട്ട് ഞാൻ ആലോചിച്ചു, പത്രക്കാർക്ക് എത്ര കട്ടായി. എന്ത് ഇവരെ ഒളിമ്പിക്സിലൊക്കെ അയച്ചാൽ അത് ഗോൾഡ് മെഡൽ വെച്ച് വരുന്നു. ഇവർ ഓടുമ്പോൾ മറ്റേ ക്യാമറ തോളിൽ വെച്ചിട്ടല്ലേ ഓടുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയല്ല, നമുക്ക് അവർക്ക് സ്നേഹം വേണം. നോക്കൂ, ഓടി ഇവര് ചെറിയതറിയോ, മറ്റേ അവിടെ വിളിച്ചിട്ട് നല്ല ഓട്ടം ഓടിക്കോ, എന്നിട്ട് വേണം നമുക്ക് പിണറായി തോൽപ്പിക്കാൻ. പക്ഷെ ഓടിയത് വെള്ളത്തിലായി. എന്തെല്ലാം നികുത പ്രവർത്തനങ്ങൾ നടന്നു, എന്തെല്ലാം അപകടം പ്രചരിപ്പിച്ചു, കേന്ദ്ര സമീപനം കയറി. പക്ഷെ നമ്മുടെ ഗോളിലൂടെ കയറി. എന്താ കാരണം? ഇതിനൊരു പക്ഷപാതിത്വം ഉണ്ട്, ഉറച്ച പക്ഷപാതിത്വം. അത് കേരളത്തിലെ അതിദുർബലനായ മനുഷ്യന്റെ ജീവിതത്തെ മേലോട്ട് കൊണ്ടുവരില്ല. ഇത് വേറൊരു നാടാണ്. ഇവിടെയാണ് ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് സാമൂഹ്യ തുല്യത സാധാരണക്കാരൻ ഉറപ്പിച്ചു കൊടുത്തത്. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അതിന്റെ ഭൂമികയിൽ നിലയുറപ്പിച്ചുകൊണ്ട് കിട്ടിയ അധികാരത്തെ ദുർബലന് അനുയോജ്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് പൂർണ്ണമായി തെളിയിച്ച നാടിന്റെ പേരാണ് കേരളം. അതുകൊണ്ടാണ് ലോകത്തിന്റെ വിസ്മയം പോലെ കേരളം നിൽക്കുന്നത്. ആർക്കെങ്കിലും കേരളത്തിന്റെ സാമൂഹിക വളർച്ചയെ നിരാകരിക്കുന്നില്ല.
UMS അധികാരത്തിൽ നിന്ന് 50കളിൽ ശരാശരി ആയുർ നിരക്ക് 44 ഇന്ന് കേരളത്തിന്റെ ആയുർ നിരക്ക് ശരാശരി 79 കഴിഞ്ഞ സെൻസസാണ്. പുതിയ സെൻസസ് വരുമ്പോൾ അത് 50ന്റെ മേലിരിക്കും. കൈ വീശിങ്ങനെ പോവാട്ടാണ് ആൾക്കാർ. എത്ര പ്രായം തിരിച്ചറിയില്ലപ്പോ വളരെ കുറച്ച് ആൾക്കാർ എന്നെ പോലുള്ള കാണിക്കുന്ന അച്ഛനുണ്ട്. ബാക്കി എല്ലാവരും നല്ല വൃത്തിയിൽ കൈ വീശി നടക്കാൻ പറ്റും. ആരോഗ്യം നല്ലതല്ലേ? നല്ലതല്ലേ? കരുത്തമാണ്. ലോകത്തെ ഈ ശിശുമരണ നിരക്കിലും പട്ടിക ഞാൻ എന്നെ വായിച്ചപ്പോഴാണ് അമേരിക്കയെക്കാളും ചൈനയെക്കാളും കുറവാണ് ഇവിടെ കേരളത്തിൽ. അമേരിക്കയെക്കാളും ചൈനയെക്കാളും കുറവാണ്. നമ്മളെ ചാനലിലുള്ള വിചാരന്മാർ ഒരു സീറ്റിന് 9 ചർച്ചയില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര ആയുർ നിരക്ക്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര കുറവ് ശിശുമരണ നിരക്ക്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയേറെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കിട്ടുന്നത്? ലോകത്ത് സർവകലാശാലയിൽ 60% പെൺകുട്ടികൾ പഠിക്കുന്ന വേറൊരു സ്ഥലം ഈ ഭൂമിയിലുണ്ടോ? ഗവേഷണ രംഗത്ത് 60-70% പെൺകുട്ടികൾ ഗവേഷണം നടത്തുന്ന ഒരു സ്ഥലം ഈ ഭൂമിയിലുണ്ടോ? അമേരിക്കയിലുണ്ടോ? ഏതെങ്കിലും വികസിത ഉദാഹരണ രാജ്യത്തുണ്ടാവും? എന്തൊരു വലിയ സ്ത്രീ മുന്നേറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഉണ്ടാക്കിയത്. ഈ കേരളം ഏറ്റവും മോശം വലിയൊരു മോശം ഒരു സ്ഥലം കേരളം അല്ലേ? എന്താ വസ്തുത? ഗവൺമെന്റ് എങ്ങനെ പോയി പൊതുവിദ്യാഭ്യാസം ഇവിടെ ലോകത്തെ ഡിബേറ്റിൽ പോയിട്ടാ പൊതുവിദ്യാഭ്യാസം. US, UK അവിടെയൊക്കെ ഈ വലതുപക്ഷം നടത്തുന്ന പ്രസംഗം എന്താ? ഇപ്പോ അമേരിക്കയിലെ ഒരു വലതുപക്ഷം ട്രംപ് എങ്ങനെയാണ് ആചരണം ചെയ്തത്? എസ്പാനിയൻസ് സ്പെയിനിൽ നിന്ന് ആ സ്പാനിഷ് ഭാഷ ലാറ്റിൻ അമേരിക്കക്കാര്, ബ്രൗൺസ് ഇന്ത്യക്കാര് അവരൊക്കെ മറ്റു വേറെ പോകുന്നു. കുട്ടികളെ വലിയ സ്കൂൾ പഠിപ്പിക്കുന്നു. നമ്മളെ വെള്ളക്കാരനെ ഒപ്പിക്കുക നല്ല സ്കൂളില്ല, തനിപ്പൊടി സ്കൂളാണ് പഠിക്കുന്നത്. ഇത്രയും വെള്ളക്കാരനെ ഒട്ടി നെല്ലിപ്പിടിക്കാൻ പഠിക്കുന്നത്. പുറത്തുനിന്ന് നല്ല സ്കൂൾ പഠിക്കാം, അത് ചൂണ്ടിക്കാട്ടി കൊടുക്കും. കാരണം വെള്ളക്കാരന്റെ കുട്ടി പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ സ്കൂളുകളുടെ നിലവാരം മോശമാണ്. നല്ല നിലവാരമില്ല. പൗരി കുട്ടികൾക്ക് ഭൂമി ഉണ്ടാകുന്നറിയില്ല. അതെ നിലവാരം ഇവിടെയോ? ഒന്നാം പിണറായി ഗവൺമെന്റ് കേരളത്തിന്റെ ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാറ്റില്ല. സ്കൂളിങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങളിങ്ങനെ അന്തം വിടും. ഇതാണോ LP സ്കൂൾ? ഇതാണോ UP സ്കൂൾ? ഇതാണോ നമ്മുടെ സ്കൂൾ? എവിടെ കേരളം ഏറ്റവും മുന്നിൽ? അങ്ങനെയല്ലേ ആരോഗ്യമേഖല? ഞാൻ വിശ്വാസം ആ സ്റ്റാൻഡേർഡില്ലേ എത്ര മികച്ച മെഡിക്കൽ കോളേജ് ഇപ്പം പോയി നോക്കിയാൽ പണ്ടത്തെ മെഡിക്കൽ കോളേജാ, പണ്ടത്തെ ആശുപത്രി ആളധികം വരുന്നുണ്ട്. ആളധികം വരുമ്പം കഴിഞ്ഞ നേരത്തെ കാലാകാലം കഴിച്ചിട്ട് 600 കോടി കൊടുത്ത് നിക്ഷേപിച്ച് വരുന്നുവല്ലോ. അപ്പോൾ വന്നത് 1 ലക്ഷം രൂപ. ആശുപത്രി നന്നായപ്പോൾ വന്നത് 3 ലക്ഷം രൂപ. അപ്പോ ഈ 600 കോടിയുടെ മരുന്ന് വലിയ കേട്ടോ, അത് വേറെ. അപ്പൊ അത് മരുന്നില്ല, മരുന്നില്ലാതെ അധികം ആൾ വന്നുകൊണ്ടാണ്. അത് ആശുപത്രി മോശമായതല്ല, ആളധികം വരുന്നു. അങ്ങനെയാണ് സ്കൂളിലേക്ക് ആളധികം വരുന്നു, ആശുപത്രിക്ക് ആളധികം വരുന്നു. നല്ലതല്ലേ? അതിന്റെ പരിമിതി കൊണ്ട് നോക്കാനേ, പരിമിതിക്കാനേ, അതിന് ശ്രമിക്കുന്നേ. ആ ശ്രമ നമ്മൾ നടത്തുന്നത്. വീട് ഏത് വീട് ഈ മറ്റേ ലൈഫിലെ വീട് നമ്മൾ പോയിട്ടില്ലേ? ഞാൻ പോയി വീട് ഇറക്കാൻ ലൈഫിൽ കയറി കയറാൻ നമ്മളെ പാർട്ടി മത്സരത്തില്ലേ വീടെ കൊണ്ട് കയറാൻ. ഞാൻ ലൈഫ് വീട്ടിൽ തന്ന ആ അമ്മയും കുട്ടിയൊക്കെ കൂടി വന്നിട്ട് ഇരുന്നിട്ട് എന്തൊക്കെയാ ഉണ്ടാക്കി തരുന്നു, ഉണ്ണിയപ്പം ഉണ്ടാക്കി തരുന്നു, ഒരു അടി ഉണ്ടാക്കി തരുന്നു. ഞാൻ വർത്തമാനം പറഞ്ഞു എന്തൊരു സന്തോഷം. ഉണ്ടായിരുന്ന നല്ല വീടാ, 2 ബെഡ്റൂം, ഒരു വാഷ്റൂം, അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ, അല്ലെങ്കിൽ അപ്പുറത്ത് വർക്ക് ഏരിയ, അപ്പുറത്ത് ഇലക്ട്രിസിറ്റി, ഇനി അപ്പുറത്ത് വൈദ്യുതി, പിന്നെ നമ്മളെ സദാക്കൾ വെച്ച് ഇതും കൊണ്ട് കൊടുക്കും. അലമാര എന്നെ കൂടി വെച്ച് നല്ലൊരു വീട്. ഇതിനെ മോടി എടുത്ത് പരിചയത്തിന്റെ വീടുകളിൽ തികച്ച മോടിയുള്ള വീടാണ്, വൃത്തിയുള്ള വീട്. എത്ര ലക്ഷമല്ലേ കിട്ടിയില്ലേ? കൊടുക്കില്ലേ? ഇനി കുറച്ച് ബാക്കിയില്ലേ? അത് കൊടുക്കും. അത് കഴിഞ്ഞാലും കുറച്ച് ബാക്കിയുണ്ടാവും. അതെല്ലാം കഴിഞ്ഞാൽ അട്ടപ്പാടിയുടെ ഏറ്റവും അവസാനത്തിൽ ആനമൂളി എന്ന് പറയുന്ന സ്ഥലത്ത് കീഴ്ക്കായ ഒരു സ്ഥലത്ത് ഒരാൾക്കൊരു വീട് കിട്ടിയിട്ടില്ല എന്ന് നോക്കാനുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകന്മാര് കേരളത്തില് ക്യാമറയിൽ നോക്കി നടക്കുന്നുണ്ട് എന്ന കാര്യം ഓർത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അവർക്ക് കിട്ടും. ഒരാളുള്ളൂ, എല്ലാവർക്കും കൊടുക്കും. അതിന്റെ കേരളം എല്ലാ മേഖലയിലും വളർത്തിയത് രോഗമാണ്. ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നില്ല. സയൻസ്, ടെക്നോളജി വരാൻ പോവാ. ഘടന മാറില്ലേ? ഇല്ലാത്ത ക്ലാസ് നിർണ്ണയിക്കുന്നത് നിങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കേണ്ടതാണ്. പണ്ട് മുമ്പ് കുട്ടിയുണ്ടായിരുന്നല്ലോ, കമ്പ്യൂട്ടറിനെ എതിർത്തു കമ്മ്യൂണിസ്റ്റ് അല്ലേ? ആ കമ്പ്യൂട്ടറിനെ കേട്ടാൻ പോവാ. ഇരാൻ ക്ലാസ് പറയുന്നത് ഒറ്റ കുട്ടീനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നത്. AI ടെക്നോളജി പുതിയ കാലാണ്. അതിന്റെ ഏറ്റവും കൂടുതൽ വിപരീതമല്ല തൊഴിൽ മേഖലയുണ്ടാവും. നാട് വിട്ടുപോയി 10,000 നമ്മൾ ആൾക്കാർക്ക് പണി പോകും. പുതിയ കാലം ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയില്ല, യാഥാർത്ഥ്യമാണ്. ആ പുതിയ കാലത്തെ അഭിമുഖീകരിക്കാനുള്ള കേരളം ഉണ്ടാക്കണ്ടേ?
അതിനൊരു നയം ഉണ്ടാക്കണ്ടേ? ആ നയം ഉണ്ടാക്കുന്ന ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. അത് മനസ്സിലാക്കണം. ഗവൺമെന്റിനെ കുറ്റം പറയാൻ വേണ്ടി ആളെ പിടിക്കാൻ നമുക്ക് ഇത് മനസ്സിലാക്കണം. പുതിയൊരു ഗവൺമെന്റ് വന്നിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇപ്പൊ പഠിച്ച സാങ്കേതിക വിദ്യ കഴിയോ? കുട്ടിയെ സ്കൂളിൽ കോളേജിൽ ചേർക്കുമ്പോൾ 5 വട്ടം ആരോഗ്യം ഉണ്ടാവും. വേറെ ഒരു വണ്ടി ചെറ്റി വിദേശത്തേക്ക് ആവുന്ന കാര്യം നടക്കില്ല. വലിയ കൊല്ലാണ്. ആ മാറ്റത്തിന് അനുയോജ്യമായ കേരളത്തെ സൃഷ്ടിക്കുക. അതാണ് CPM ശ്രമിക്കുന്നത്. നമ്മുടെ പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പോ ഈ രണ്ടാമത്തെ ഘട്ടം വന്നപ്പോ അംഗീകരിച്ച സ്റ്റേറ്റ് കമ്മിറ്റി പ്രമേയത്തിന്റെ അവസാന കാലം വീണ്ടും പോയിക്കാം. അതിനോട് പറയുന്നുണ്ട്. ഈ അധികാരം കൊണ്ട് CPIMന്റെ ഉത്തരവാദിത്വം കൂടുകയാണ്. ഇന്നുള്ള കേരളത്തിന്റെ ജീവിത അവസ്ഥയെ ഒന്നുകൂടി മെച്ചപ്പെടുത്തലാണ് നമ്മുടെ ജോലി. കേരളം ആർജിച്ച സാമൂഹ്യ മൂല്യതയുടെ ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തലാണ്. അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലാണ്. അതിന്റെ നല്ല പ്രവർത്തനം കൊണ്ടാണ് വണ്ടികളിൽ നേരത്തെ വരുന്നത്. കൂടുതൽ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരുന്നു. കൂടുതൽ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു. കാർഷിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. നമ്മുടെ ഉത്പാദനക്ഷമത വർദ്ധിക്കുന്നു. എല്ലാ മേഖലയിലും നവീനമായ വീക്ഷണമുള്ള തൊഴിൽ നൈപുണ്യം ഉറപ്പാക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. അത് തലർക്കല്ലേ കേന്ദ്രം? സാമ്പത്തിക ഫെഡറലിസത്തിൽ തകർക്കുന്നു. സാമ്പത്തിക ഫെഡറലിസത്തിൽ തകർന്നു. വലുതില്ല. കേന്ദ്ര നിയമം ക്രമപ്രവൃത്തമായി കുറയുന്നു. ഒരു ദശാബ്ദപ്പെട്ടത് പകുതിയൊന്നു. എത്ര മോശം! ഈ വയനാട്ടിൽ ദുരന്തത്തിൽ ഒരു ഉറുപ്പ് തന്നോ? ഇതിന് ചോദിച്ചാൽ അപ്പൊ പഴയ പൈസ കണക്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും തരുന്നത് നമുക്ക് അത്യുവരും നമ്മളെ പണ്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മറ്റേ ഹെലികോപ്റ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കാശ് ഇപ്പൊ കിട്ടിയില്ല. അതുകൊണ്ട് ആ നോട്ടീസ് കൊടുക്കുക. പിണറായി വയനാട്ടിന്റെ കാര്യം കണ്ട് നോട്ടീസ് ചെല്ലുമ്പോ തിരുവനന്തപുരം ചെല്ലുമ്പോ വെള്ളപ്പൊക്കത്തിന്റെ കിട്ടാക്കണത്തിന്റെ കടലാസ് പിന്നെ പിണറായിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതവിടെ ചെയ്തത്. അതുകൊണ്ട് തളരാൻ പോകുന്നുണ്ടോ? അവിടെ തളരാൻ പോകുന്നില്ല ഈ കേരള ഗവൺമെന്റ്. അതിനകത്ത് എല്ലാ ഉന്നതത്തെയും ഞാൻ സ്വീകരിക്കുന്ന നമ്മൾ തളരില്ല. സ്വയം വരുമാനം കണ്ടെത്തി ഏറ്റവും കൂടുതൽ സ്വയം വർധനവ് നമ്മുടെ ബജറ്റിന്റെ സ്വന്തം വരുമാനം ഉണ്ടാക്കിയ ഗവൺമെന്റ് ഇതല്ലേ? കഴിഞ്ഞ 2-3 കൊല്ലം കണക്കുകൾ നോക്കും. വലിയ വർധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത്. സ്വന്തം വരുമാനത്തിന് വർധനം ഉണ്ടാക്കുന്നുണ്ട്. എന്നാണ് ജനങ്ങളുടെ മേലെ അധികാരം തിരിച്ചിരിക്കുന്നില്ല. എല്ലാ മേഖലയും എല്ലാ വിശ്വാസങ്ങളെല്ലാം പ്രത്യേകിച്ച് ആവർത്തിക്കുന്നില്ല. എന്തൊരു വളർച്ച, എന്തൊരു മുന്നേറ്റം! പക്ഷേ കേന്ദ്രത്തെ ഉപയോഗിക്കുന്നു. എല്ലാവിധ അധികാരത്തെയും അവിടെ ഉപയോഗിക്കുന്നതിനെ നയിക്കാൻ അവിടുന്ന് കേന്ദ്ര ഏജൻസികൾ, പിന്നെ ഒരു ഗവർണർ. എന്തെങ്കിലും ഒരു ഉപകാരം ഈ കേരളത്തിൽ ഈ ഗവർണർക്ക് കിട്ടിയില്ല. എന്തെങ്കിലും ഒരു ഉപകാരം. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചു പോയി. അയാൾ അത്ര ഗുണമൊന്നുമില്ല. എന്നാൽ 4 ഉപകാരം പോട്ടെ, ഒരു ഉപകാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കേരളത്തിൽ ഇത്ര കാലം മുമ്പ് ഇവിടേക്ക് ചുറ്റിത്തിരിഞ്ഞ് പോയ ഒരു ഗവർണറെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി എന്ന് എഴുതാൻ ഈ ഗവർണർക്ക് പിന്തുണക്കുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ സാധിച്ചു? ആർക്കെങ്കിലും പറയുന്നത്? നമുക്കാർക്കെങ്കിലും പറയപ്പെട്ടു? ഇങ്ങനെ ചരിത്രത്തിൽ ഒരു അപഭ്രംശം നമുക്ക് ആർക്കും ആലോചിക്കാനേ കഴിയില്ല. അവിടുന്ന് തക്കണം. നോക്കൂ, ഒരു സംസ്ഥാനം നേടിയെടുത്ത നേട്ടങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെടാൻ പാടുന്നു. ഇതാണ് സ്ഥിതി. അത്തരം കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനും പോരാട്ടത്തിന്റെ കരുത്താവാനും കേരളത്തിന്റെ പൊതുമുന്നേറ്റത്തിനും ഒക്കെ അടിത്തറയായി പ്രവർത്തിക്കേണ്ട ഈ കേരള ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഈ കേന്ദ്ര BJPയുടെ ജനവിരുദ്ധമായ നിലപാടുകൾക്കെതിരായി ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. അവരുടെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണ്. ഒറ്റ അജണ്ട വെച്ച് നടക്കണമെന്ന് കേരളം നഷ്ടം കുറച്ചില്ല. നഷ്ടട്ടെ. കേരളത്തിന് ഇതായിരുന്നില്ല. പിണറായിക്ക് പോയിട്ടുണ്ടെന്ന് ഇതാണ്. കേരളം നഷ്ടമില്ല. പിണറായിയെ കളയണം. പിണറായി പോകണം. ഇടതുപക്ഷം പോകണം. നിങ്ങൾ ശ്രദ്ധിച്ചോ? സൂക്ഷ്മതയോടുകൂടി രാഷ്ട്രീയം കോൺഗ്രസ് കൈകാര്യം ചെയ്യാത്തത് കൊണ്ടല്ലേ സുരേഷ് ഗോപി ഡൽഹിയിലെത്തിയത്, കേരളത്തിൽ BJPയിലെത്തിയത്? അല്ലേ? വസ്തുത അതല്ലേ? എല്ലാവർക്കും അറിയില്ലേ? ഇതുവരെ BJP ജയിക്കാത്ത കേരളത്തിൽ നിന്നൊരു BJPക്കാരൻ ഡൽഹിയിലെത്താൻ കോൺഗ്രസ് ഒരു സാധിക്കുന്നുണ്ട്. നേരത്തെ രാജഗോപാലിനെ എത്തിയത് അങ്ങനെ തന്നെയാണ്. എത്ര കുടുംബ സ്ഥാനത്തിൽ രാജഗോപാലിനെ എത്തിയത് ആർക്കും അറിയാനിട്ടാണോ? വസ്തുത അവിടെ നടന്നില്ലേ? കേരളത്തിലെ എല്ലാ വർഗീയ ശക്തികളും അതിന് സാധിച്ചില്ലേ? എല്ലാ വർഗീയ ശക്തികളും സാധിച്ചില്ലേ? ചെയ്തില്ലേ? BJPയുടെ പ്രീണനം കൊണ്ടാണോ BJPയെ കുറിച്ചുള്ള പേടി കൊണ്ടാണോ എന്ന് ആലോചിച്ചില്ല. നടന്നല്ലോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ഈ എല്ലാവരെയും കൂട്ടിയൊലിപ്പിച്ച് തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന അനുഭവം കൂടി വെച്ചിട്ട് ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ആയിട്ട് നമ്മൾ നന്നായിട്ട് ആദ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിച്ച് അസംബ്ലി നമ്മൾ നന്നായി തോൽപ്പിക്കണം വെച്ചിട്ട് ആഗ്രഹപ്പെട്ട് പോവുകയാണ്. നല്ല ജാഗ്രത നമുക്ക് ആവശ്യമുള്ള ഒരു ഘടകമാണ്. ഇതിന് നമ്മൾ കാണുന്ന കാര്യം ഇപ്പൊ ഇവിടെ നടക്കുന്നത് വലിയ തോതിലുള്ള വർഗീയവൽക്കരണമാണ് കേരളം. നല്ല ശ്രദ്ധ വേണം കമ്മ്യൂണിസ്റ്റ്. ദേശീയമായി നടക്കുന്ന തീവ്ര ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ വർഗീയ ധ്രുവീകരണത്തിന്റെ കൂടെ ന്യൂനപക്ഷ വർഗീയതയെ കൂടി കൂട്ടിച്ചേർത്ത് ഓരോ കേരളീയ കുടുംബത്തെയും വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമം കേരളത്തിലെ പ്രതിരോധ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അങ്ങനെ മാത്രമേ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയൂ എന്നവർ കണ്ടെത്തിരിക്കുക. ആ നിലയിലെ കാര്യങ്ങളെ കൊണ്ടുപോകും. എല്ലാവരും വല്ല പ്രയാസമാണ്. ഇവിടുത്തെ ഇപ്പൊ രണ്ടാൾ ജയിച്ചില്ലേ, ഈ രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയില്ല രാഹുൽ ഗാന്ധിയുടെ എതിരേറ്റ്? ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്കെത്തുവോ? അദ്ദേഹം പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. പ്രിയങ്ക ഗാന്ധിയോട് നമ്മൾ കണ്ടില്ലേ ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയ്ക്ക് മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ ഉണ്ടായിരുന്നു. തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ? അവരെല്ലാത്തില്ലേ? അവരും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമല്ലേ? പണ്ടൊക്കെ EMS മത്സരിക്കുമ്പോൾ EMSനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കേന്ദ്രമന്ത്രിമാർ പോയിട്ടുണ്ട്, ഇടതുപക്ഷം തോൽപ്പിക്കാൻ. അപ്പൊ നേരിട്ട് നേതൃത്വം നൽകിയല്ലേ കേരളത്തിൽ? കേരളത്തിന്റെ പുരോഗമനാടിനെ തകർക്കുക എന്ന രാഷ്ട്രീയത്തിന്റെ നേതൃത്വസ്ഥാനീയനായിട്ടല്ലേ ഇത് കൊണ്ടുപോയതുകൊണ്ട് ഓരോ ചലനവും നിങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പൊ ഞാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയെ നയിച്ചിരിക്കില്ലേ ഒരാശയത്തെ, ഏറ്റവും പ്രതിലോമകരമായ ആശയത്തെ, ആശയം എന്നതിലേക്ക് എത്ര ആൾ പോയിട്ട് അങ്ങനെയാണോ? ഒരാശയത്തിന്റെ തെറ്റിലെടുക്കുക, ആ ആശയത്തിന്റെ കൂടെ എത്ര ആൾ നോക്കിയിട്ടില്ല ആശയങ്ങളിലെടുക്കുക. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്നു, SDP ന്യായീകരിക്കുന്നു, സംഘപരിവാറിന് മുമ്പിലൂടെ പരിഗണിക്കുന്നു. അങ്ങനെ ഒരു UDF കോൺഗ്രസിന് പോകുന്ന കേരളത്തിലെ കോൺഗ്രസ് എന്താ അതിന് ദേശീയ സ്വാതന്ത്ര്യ സമരം മൂല്യമുണ്ടോ? ഉണ്ടോ? ഈ അർത്ഥത്തിന് എങ്ങനെയെങ്കിലും അധികാരം കിട്ടാൻ ഏത് വർഗീയതയുമായി ഏത് സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതേ പ്രവർത്തനം നടത്താൻ കോൺഗ്രസ്, ലീഗ്, ജമാഅത്ത്, SDP, പിന്നെ അതേപോലത്തെ BJP അതിലേക്കൊരു നീണ്ട വെച്ചുകൊടുത്തിട്ട് കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കണം എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനം ശക്തമാക്കുക. അതിന് സഹായകമായി കേരളത്തിലെ മാധ്യമ മേഖലയെ ഒരു ഉപയോഗിക്കും. ആ ഉപയോഗം ശക്തമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെല്ലാം നല്ല മര്യാദക്കാരും നല്ലവരുമാണെങ്കിലും നമ്മളെ മാധ്യമ മുതലാളിമാർക്ക് നല്ല വർദ്ധ താല്പര്യമുണ്ട്. നമുക്കറിയാം. അങ്ങനെ നിങ്ങൾ നമ്മളെ കാണാൻ നല്ല പത്രക്കാരൻ അതിലേക്ക് കുഴപ്പക്കാരെന്ന് വിചാരിക്കണ്ട. പക്ഷെ അതിന്റെ മാധ്യമ മുതലാളിക്ക് പൂർണ്ണമായ വർഗലക്ഷ്യവും ഉള്ളടക്കവും. അത് വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി കളപ്പുകളി വ്യാപകമാക്കാണ് പ്രചരിപ്പിക്കും. നന്നായിട്ട് പിണറായിയെ അഗ്രസ്ഥാനത്ത് നിർത്തിയിട്ട് പിണറായി പിണറായിക്കെതിരായിട്ട് അങ്ങനെ ധൈര്യം കൊടുക്കുന്നു. ഓരോ ചലനത്തിലെ ഒരംശത്തെ എടുത്ത് ചിന്തിക്കുന്നു. അല്ല, പിണറായി ആകെ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായി പറഞ്ഞ് കേട്ടാൽ പിന്നെ അങ്ങനെ വിമർശിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളുണ്ടോ? അതിന് ഒരു വാദം വർദ്ധിക്കും, ഒരു വാദം. എന്നിട്ട് അതിന് കിട്ടും. ഇങ്ങനെ ആൾക്കാരായിരിക്കും ഇങ്ങനെ പത്രക്കാർക്ക് ഈ ടിവിക്കാർക്ക് അങ്ങനെ എത്തിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു പ്രസംഗം തരുന്നത് അതിനൊരു വാദം കിട്ടും. ആ വാദത്തിന് കിട്ടും പറഞ്ഞു. മറ്റേ കുറെ ആൾക്കാർക്ക് ഇവിടെ വാദയ്ക്ക് പറയാൻ മനസ്സിലായി. വരുന്നവരെ 6 മണി മുതൽ 10 മണി വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി പറയാൻ വേണ്ടി ഒരു 50-60 ആൾക്കാരെ നമ്മൾ ഈ മാധ്യമങ്ങളിൽ കണ്ടെത്തി പിടിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ ചാനൽ ആ ചാനൽ ഏത് ചാനലും കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ചാനലിന്റെ പേര് കൊണ്ട കാര്യമില്ല. ഇവര് ഇങ്ങനെ ഇരിക്കട്ടോ. അപ്പൊ എല്ലാം ഒരുവരുടെയാണ്. പിന്നെ ആങ്കർ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളോട് ഇവരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ പാർട്ടിക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നടക്കട്ടെ. ആക്രമണം മനസ്സിലാക്കിയത് നമുക്കെതിരായിട്ട് വലിയ തോതിലുള്ള ആക്രമണമാണ്. ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും. മാധ്യമങ്ങളുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം. അപ്പോ നമ്മുടെ ബിഗ് ബോസ് എന്ന പരിപാടി ഇവിടെ ഉണ്ടായിരുന്നില്ല. അമേരിക്കയിൽ ഇംഗ്ലണ്ടിലുണ്ടായ ഒരു പരിപാടിയിൽ ഇന്ത്യയിൽ ഒരു സിനിമ ടൈപ്പ് പങ്കെടുക്കുന്നു. ഒരു
കറുത്ത വംശജനായ നല്ല ഹോളിവുഡ് അഭിനേതാവ് വിളിച്ചു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഒരു 5-6 കൊല്ലം കഴിഞ്ഞു. ഡൽഹിയിൽ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ ഹോളിവുഡ് നടൻ അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ സിനിമാ നടി വന്ന് അവിടെ സ്റ്റേജിലുണ്ട്. ആ സ്റ്റേജിൽ വെച്ചിട്ട് ഈ നടി ഇരിക്കുന്നുണ്ട്, പിന്നെ നടൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം കാണുകയാണോ. അപ്പോൾ വളരെ സന്തോഷത്തിന് ഓടി വന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ഉമ്മ വെച്ച് ഇവരവിടെ പോയിരുന്നു, അവർ കൂടി പോയിരുന്നു. യൂറോപ്യൻ സംസ്കാരത്തിന് ഒരു ഫാമിലി അനുഭവിക്കാനുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. ഇന്ത്യയിലെ ഒരു TV ചാനല് പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ് തുടങ്ങിയതാണ്. ഈ നടനാണ് എണീക്കുക, നടി വിടുന്ന രീതി. 2 കൂടെ നടന്നു വരിക, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കുക, തിരിച്ചു പോകും, വീണ്ടും വരിക, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കുക, തിരിച്ചു പോകും, വീണ്ടും വരിക, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കുക, തിരിച്ചു പോകും. 1 മിനിറ്റിൽ എത്ര തവണ കെട്ടിപ്പിടിച്ചു? 1 മണിക്കൂറിൽ എത്ര തവണ കെട്ടിപ്പിടിച്ചു? വൈകുന്നേരം എത്ര തവണ കെട്ടിപ്പിടിച്ചു? ആൾക്കാർ രാവിലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരിക്കാൻ ആ ജാതി ചാനലാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരു കാര്യം പറയാൻ, ഞങ്ങളെ പാർട്ടിക്ക് നേരെ ഈ ആയുധം കൊണ്ടുവരേണ്ട, ജനങ്ങളെ ഒപ്പം നിർത്തി അതിനെതിരായിട്ട് അണിനിരത്തും ആശയപരമായും പ്രത്യയശാസ്ത്രപരവും ഒക്കെ ആയിട്ട് ഇതിന്റെ പിന്നാമ്പുറങ്ങളെ കുറിച്ച് നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. ഒരു പേടിയുമില്ല എന്ന കാര്യം ഞാൻ പറയുന്നത് ഒരു സംശയമാണ്. പക്ഷേ വിമർശനത്തോട് വിരോധമുള്ളവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങളെ വിമർശിച്ചുകൊണ്ടുണ്ട്. ഒരാളോട് വിരോധമില്ല. പത്രത്തിൽ ഞങ്ങൾക്ക് എഴുതുന്ന പത്രപ്രവർത്തകരോട് തീരെ വിരോധമില്ല. അവർക്ക് ശമ്പളം കിട്ടുക അത് എഴുതിയില്ലെങ്കിൽ അതൊക്കെ വേറെ. പക്ഷേ വളരെ ശക്തമായ തരത്തിൽ മാധ്യമ മേഖലയിൽ കളവ് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി കളവ് പ്രചരിപ്പിക്കാം. ഇപ്പൊ ചില കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പറ്റും. ഇന്ത്യയിലാണ് പോയിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദേശത്ത് നടത്താം. ഇവിടുന്ന് ഉത്തർപ്രദേശിലാണ്. അവിടെ BJP. പിന്നെ പുറത്തുനിന്ന് രാജസ്ഥാനാണ്. അവിടെ BJP. ഇന്ത്യയിൽ വിദേശത്തേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്യാമ്പ് ഏറ്റവും വലുത് എവിടെയാണ്? കോട്ടയിലാണ്. കോട്ടയത്തല്ല, രാജസ്ഥാനിലാണ്. കേരളത്തിൽ 5-ാം സ്ഥാനത്തല്ലേ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട എഴുതിയിരിക്കുകയാണ്. കേരളത്തിലാണ് കുട്ടികൾ കൊണ്ട് വിദേശത്തേക്ക് പോകുന്നത്. കളവർക്ക് ഒരു മര്യാദ വേണ്ട, വിവരം വേണ്ട. എന്താ നമുക്കതിൽ നമ്മളുടെ വിരോധം കൊണ്ട് എത്ര കളവുകളാണ് നിറം പിടിപ്പിച്ച് എല്ലാ ദിവസവും അടിച്ചു വിടുന്നത്? പ്രതിപക്ഷം, നിറം പിടിപ്പിച്ച് നുണയെഴുതുന്നവർ, വർഗീയ ശക്തികൾ, എല്ലാതരം വർഗീയ ഘടകങ്ങൾ, ഇവർ മുഴുവൻ കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ ദുർബലപ്പെടുത്താനുള്ള വലിയ പരിശ്രമം നടത്തുന്ന ഒരു കാലമാണ്. പുരോഗമനാശയങ്ങൾ അത് മനുഷ്യരാശയങ്ങളാണ്. പുരോഗമനാശയങ്ങൾ അതിന്റെ ദുർബലന്റെ ആത്മവിശ്വാസമാണ്. അത് വളരുന്നിടത്താണ് മനുഷ്യജന്മ ഉയർന്നു നിൽക്കുക. സാമൂഹ്യ സമത്വത്തിന്റെ ശരിയായ ദിശാബോധമാണ് ഇടതുപക്ഷത്തെ എല്ലായ്പ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിശാബോധമുള്ള ഒരു സമൂഹം കേരളത്തിൽ രൂപപ്പെടുത്തുക എന്നതിൽ നല്ല മുന്നേറ്റം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ കാലത്തും ഉണ്ടാക്കാനായിട്ട് 1947 പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലത്ത് തന്നെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായ സംസ്ഥാനമാണ്. അവിടെ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് വരെ പല സന്ദർഭങ്ങളിലായി ഏറ്റവും മികച്ച ഗവൺമെന്റുകൾ തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ്. ഏതെങ്കിലും ഒരാൾ അതിന് മന്ത്രിയായി പണം ഉണ്ടാക്കിയെന്നോ സ്വത്ത് സമ്പാദിച്ചെന്നോ ആർക്കും കുറ്റം നല്ല നിലയിൽ ജന താല്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ സിസ്റ്റം ഇന്ത്യയിലായി ഉയർത്തിപ്പിടിക്കുന്നത് ജനതാല്പര്യമാണ്. ആ ജനങ്ങളിലെ അതിസാധാരണക്കാരുടെ താല്പര്യമാണ്. അവർ ആത്മവിശ്വാസം പകർന്നതിനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജോലി. അവരുടെ വർഗസമരം ശക്തിപ്പെടുത്തലാണ് നമ്മുടെ പ്രവർത്തനം. ആ പ്രവർത്തനം നന്നായി നടത്തുന്ന കേരള സംസ്ഥാനത്തിൽ അതിനെ കേന്ദ്രം വലിയ തകർക്കുകയാണ്. വലിയ അമിതാധികാര മുന്നണികൾ അതിനായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ ഈ ഇന്ത്യയിൽ വളർത്തിയെടുക്കേണ്ട ബഹുജന പ്രതിരോധ രൂപങ്ങളിൽ ഏറ്റവും മുന്നിൽ നയിച്ചു കൊണ്ടുപോകുക എന്ന ചുമതല നമുക്കുണ്ട്. ഈ പിണറായി വിജയൻ ഗവൺമെന്റുള്ളതുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ധനമേഖലയിലെ ഫെഡറലിസത്തിനെതിരായിട്ട് തകർക്കാനുള്ള ശ്രമത്തിനെതിരായിട്ട് ഡൽഹി സമരം നടത്തിയത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് സമരം നടത്തിയത്, നമ്മൾ യോഗം വിളിച്ചു ചേർന്നത് ബദൽ പരിപാടികൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കും. ആ ബദൽ നയമാണ് ഭാവി ഇന്ത്യയുടെ നയം എന്നുള്ള നിലയ്ക്ക് കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ നമ്മുടെ സമൂഹത്തിന്റെ പൊതു അഭിവൃദ്ധിക്കായി തയ്യാറാക്കിയ നയങ്ങളും നിലപാടുകളും പൊതുസമൂഹത്തിൽ കൂടുതൽ നമുക്ക് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. പ്രതിരോധ പ്രത്യയശാസ്ത്രങ്ങൾക്ക് സ്വാധീനം ഉറപ്പിക്കുന്ന തരത്തിൽ എതിരായി നടത്തുന്ന പ്രയോഗങ്ങളെ ചെറുത്തുവൽപ്പിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ഓരോ ഗ്രാമത്തിലെയും ഈ തിന്മയ്ക്കെതിരായ പ്രതിരോധ കേന്ദ്രമാണ്. സെക്യുലറിസത്തെ പ്രതിരോധിക്കാൻ, മതനിരപേക്ഷതയെ പ്രതിരോധിക്കാൻ, വർഗീയതയെ പ്രതിരോധിക്കാൻ, നമ്മുടെ സമൂഹത്തിലെ
വലതുപക്ഷ നയങ്ങളെ പ്രതിരോധിക്കാൻ 4 മേഖലകളിലെ പ്രതിരോധ സമരങ്ങൾ ശക്തിപ്പെടുത്തണം. ആ പ്രതിരോധ സമരങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഗ്രാമീണ പ്രതിരോധ രൂപങ്ങളെ നമുക്കുണ്ടാക്കാനാവണം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാലം ഉന്നയിപ്പിച്ച വലിയ ഉത്തരവാദിത്വത്തെ സൂക്ഷ്മമായ തലത്തിൽ എല്ലാവരുടെയും ഉത്തരവാദിത്വം മാറ്റി രൂപപ്പെടുത്തിയെടുത്ത് കേരളം മുൻകാലങ്ങളിൽ കാണിച്ച മഹാമാതൃകകൾ, സാമൂഹ്യ തിന്മകളെ അതിജീവിക്കാനുള്ള കരുത്ത്, ആത്മവിശ്വാസം, അതിന്റെ കുതിപ്പിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ജനകീയ മുന്നേറ്റങ്ങൾക്ക് രൂപം നൽകുന്ന തീരുമാനങ്ങളാണ് ഈ സമ്മേളനങ്ങളിലൂടെ രൂപപ്പെടുത്താൻ പോകുന്നത്. ആ നിലയിൽ ഓരോ സമ്മേളനവും വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്. ഈ സമ്മേളനത്തിന് എതിരായി നടത്തുന്ന പ്രചരണങ്ങളെല്ലാം യാഥാർത്ഥ്യമെന്നും ഇത് ഞങ്ങളുടെ പാർട്ടിയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും വളർച്ചയെ സംബന്ധിച്ചുമുള്ള ആരോഗ്യപരമായ ചർച്ചകൾ നടത്തുന്ന സമ്മേളനങ്ങളാണ്. അറിയാത്തവർ പറയുന്ന അവരായ അപവാദ പ്രചരണങ്ങളെല്ലാം ഇവിടെ വിജയിക്കാൻ പോകുന്നത് പാർട്ടിയുടെ ശരിയായ നയങ്ങളും നിലപാടുകളും ദിശാബോധവുമാണെന്ന് നമുക്ക് നാളെ തെളിയിക്കാനാവണം. ആ നിലയിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായകരമായ നിർദ്ദേശങ്ങൾ ഉയർത്തുവരുന്ന ചർച്ചകളുണ്ടാവുന്ന ഒരു സമ്മേളനമായി വയനാട് ജില്ലാ സമ്മേളനം മാറും എന്ന വിശ്വാസം അടയാളപ്പെടുത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനം